എനിക്ക് ദേഷ്യം പിടിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഈ ന്യൂസ് ചാനലായാലും ഈ യൂട്യൂബ് ചാനൽസൊക്കെ ആയാലും ഇവരെന്തിനെങ്കിലും കുറിച്ചൊരു ന്യൂസോ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിലോ ഒരു വീഡിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ അതിനെക്കുറിച്ച് ഒരൊറ്റ അക്ഷരമില്ല, ഫോളോ അപ്പ് ഇല്ല, എന്ത് സംഭവിച്ചു. ഇവർ ന്യൂസൊക്കെ ചെയ്യുമ്പോൾ ബിഗ് ബ്രേക്കിംഗ്, ലോകം നാളെ അവസാനിക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചെയ്യുക. പിന്നെ എന്തായി, ലോകം അവസാനിച്ചോ, കേസ് എന്തായി, കോടതിയിലാണോ, എന്താണ് പറയുന്നത്, ഇതെന്ന് തീരുമാനമാവും, ഇതിനെക്കുറിച്ചൊന്നും പിന്നെ ഫോളോ അപ്പ് ഇല്ല, ഒന്നുമില്ല. ഇതൊക്കെ ഒന്ന് പറയണ്ടേ? നിങ്ങളുടെ ആക്ച്വലി ഒരാളുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ. നിങ്ങൾ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ വലിയൊരു സംഭവം പറഞ്ഞു, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് അന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിപ്പോൾ ഇങ്ങനെയൊക്കെ ആയി എന്നൊക്കെ ഒന്ന് പറയണ്ടേ. ചിലപ്പോൾ വ്യൂസൊക്കെ കുറവായിരിക്കും എന്നും പറഞ്ഞിട്ട് വ്യൂസും ഇല്ല, ഈ ഇവരെ ന്യൂസ് ചാനൽസിന് റേറ്റിങ്ങും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാതിരിക്കുന്നത് വല്ലാത്ത, എനിക്ക് ഏറ്റവും ദേഷ്യം വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വീണ്ടും ധർമ്മസ്ഥലിൻ്റെ വീഡിയോ ചെയ്യുന്നത്. അന്ന് ഞാൻ ധർമ്മസ്ഥലിൻ്റെ നേരത്തെ ഒരു കാണാത്തവർക്കാണ് ഞാൻ ഫസ്റ്റ് പാർട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എന്താണ് ഈ സ്ഥലം. കർണാടകയിലുള്ള ഒരു അമ്പലമൊക്കെ ഉള്ള ഒരു ചെറിയൊരു വില്ലേജാണ്. അവിടെ ഇങ്ങനത്തെ പ്രശ്നങ്ങളും അവിടുത്തെ സീക്രട്സും ദുരൂഹതകളും എല്ലാം ഞാൻ അന്ന് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അവിടെ പ്രശ്നങ്ങൾ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവും എല്ലാവരും. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റാണ്. ഞാൻ എല്ലാ വീഡിയോസ് റിമൂവ് ആവുകയാണ്. കുറേ സംഭവങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അതിനെ റിമൂവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഞാൻ ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ന്യൂസ് വായിക്കാറ്. ജൂലൈ 18 ആ ഒരു സമയത്ത് എങ്ങാണ്ടാണ് ഒരു ന്യൂസ് വായിച്ചത്. അതായത് 8842 ലിങ്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിലെ ഏതോ ഒരു കോടതി വിധിച്ചു എന്ന് പറഞ്ഞിട്ട്, ഗാഗ് ഓർഡർ, എക്സ്പാർട്ടെ ഓർഡർ എന്ന് പറയും. എക്സ്പാർട്ടെ ഓർഡർ എന്ന് പറയുമ്പോൾ ഒരു എതിർ വാദങ്ങളൊന്നുമില്ല. ഇവരൊരു കേസ് കൊടുക്കും, എൻ്റെ കുടുംബത്തിനെ കുറിച്ച് അപവാദം പറയുന്നു ഇൻ്റർനെറ്റിലെ ആൾക്കാർ, അപ്പോൾ കോടതി ഒരു കാര്യം ചെയ്യണം, ഞങ്ങൾ ഇത്രയും ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, ആ ലിങ്കിനെയൊക്കെ ഒന്ന് ബാൻ ചെയ്യണം അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം എന്നും പറഞ്ഞിട്ടുള്ള ഗാഗ് ഓർഡറാണ് എൻ്റെ ന്യൂസാണ് അത് കഴിഞ്ഞത് കണ്ടത്. എനിക്കത് വന്നിട്ടില്ല. അതെന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. ഇതെങ്ങനെ ലെറ്ററിലാണോ വരിക അതോ മെയിലാണോ വരിക? എനിക്ക് കിട്ടിയാൽ ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ. എനിക്കത് വന്നില്ല. ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതേതോ കണ്ണ് കാണാത്ത ഏതോ ആൾ എന്തൊക്കെയോ വിളിച്ചു പറയണമെന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കി വിട്ടതായിരിക്കും. താങ്ക്സ്, നന്ദിയുണ്ട്. അപ്പോൾ ഈ നമ്മുടെ മലയാളത്തിൽ ഈ ചെറിയ ചാനലൊന്നും അവർക്ക് വലിയ പ്രശ്നമില്ല. അവർ വലിയ വലിയ സ്രാവുകളിനെയൊക്കെയാണ് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുതൊട്ട് തുടങ്ങാം. അതായത് ആ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ജൂലൈ 18 ബാംഗ്ലൂർ കോടതി വിധിച്ചതാണിത്. ന്യൂസ് പേപ്പർ ഉണ്ട്, TV ചാനൽസ് ഉണ്ട്, വെബ്സൈറ്റ്സ് ഉണ്ട്, യൂട്യൂബേഴ്സ് ഉണ്ട്, റെഡിറ്റിലെ പോസ്റ്റ് വരെയുണ്ട്. എനിക്കറിയില്ല എന്ത് പറഞ്ഞില്ലെങ്കിലും റെഡിറ്റിൽ വരുന്നതാണ്. അതായത് റെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിൻ്റെ ഒരു ഒരു മെസ്സേജ് ബോർഡ് എന്നൊക്കെ പറയുന്നത്. അത് എവിടെ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്തിട്ട് റെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് അവസാനം കൊടുത്താലും അതിലുണ്ടാവും. നമ്മുടെ ഏത് പ്രശ്നമായാലും നമുക്ക് എന്ത് ടോപ്പിക്കിനെ കുറിച്ച് അറിയാണ്ടെങ്കിലും അതിൽ സാധനം ഉണ്ടാവും. അതുവരെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്മാർ പറഞ്ഞു എന്നാണ് പറയുന്നത്. FB പോസ്റ്റുകൾ, വീഡിയോസ് ഇതെല്ലാം വരും ഈ 8842 ലിങ്കിൽ. ഇതിൻ്റെ കണക്കുണ്ട്, നല്ല രസമാണ്. അതായത് ഒരു സംഭവത്തിനെ കുറിച്ച് പറയാൻ പറ്റില്ല അത്ര. അത് ഒരു കോടതി ഇതെന്താണ് സംഭവം എന്നൊന്നും അന്വേഷിക്കാണ്ട് ഒരു വിധി അങ്ങോട്ട് വിട്ടിരിക്കുക. ഇതൊക്കെ എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല. ഇത് ഈ ബാംഗ്ലൂർ കോടതി, കുറേ ആൾക്കാർ പറയുന്നത് ബാംഗ്ലൂരിലെ ഈ കോർട്ടുകൾ ഇതിന് ഭയങ്കര ഫേമസ് ആണ് അത്ര, ഇങ്ങനത്തെ ഗാഗ് ഓർഡേഴ്സ് നൽകുന്നതിൽ. നിങ്ങൾ ഇങ്ങനത്തെ ഓർഡേഴ്സിൻ്റെ ഒരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വേറുള്ള വലിയ സിറ്റികളിലൊന്നും ഇത്ര കാണില്ല. ബാംഗ്ലൂരിൽ മാത്രം ഇതൊരു സ്പെഷ്യാലിറ്റി സംഭവമാണെന്നാണ് പറയുന്നത്. 4410 യൂട്യൂബ് വീഡിയോസ്, 932 FB പോസ്റ്റുകൾ,
3584 ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളും വീഡിയോസും ആയിരിക്കും. 108 ന്യൂസ് ലിങ്കുകൾ, ഈ ന്യൂസ് ചാനൽസിൻ്റെയൊക്കെ വെബ്സൈറ്റ് ലിങ്ക് ഉണ്ടാവില്ല അത്. 37 റെഡിറ്റ് പോസ്റ്റ്, 41 എക്സിലെ പോസ്റ്റുകൾ. ഇതൊക്കെ ഈ ഇത്രയും ലിങ്കുകളാണ് ഇവർ ആ കോടതിയിൽ കൊടുത്ത ഡോക്യുമെൻറ്റിൽ അവർ കാണിച്ചിരിക്കുന്നത്. ആരാണ് കേസ് കൊടുത്തത്? നമ്മുടെ ധർമാധികാരി ഉണ്ടല്ലോ, ഹെഗ്ഡെ. പുള്ളിയുടെ പേര് പറഞ്ഞാൽ എല്ലാവരും കിടന്ന് വിറയ്ക്കണം. ആ സീന് പേര് പറഞ്ഞാൽ റിമൂവ് ചെയ്യണം. ധർമ്മസ്ഥല എന്ന് ടൈറ്റിൽ ഉണ്ടെങ്കിൽ ഇവരെങ്ങനെയാണത് ഇത്രയും ലിങ്ക് എടുത്തതെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ധർമ്മസ്ഥല മർഡേഴ്സോ അല്ലെങ്കിൽ ഇയാളുടെ പേരടിച്ചിട്ട് ഇയാളുടെ പേരും മെൻഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെയായിരിക്കും. അപ്പോൾ ഈ ധർമാധികാരി എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഹെഗ്ഡെ, മെയിൻ ആൾ, അയാളുടെ ബ്രദറാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ അതിലുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ന്യൂസാണ് ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷം കണ്ടത്. അപ്പോൾ കുറേ യൂട്യൂബ് ചാനൽസിൻ്റെ പേരൊക്കെ ഉണ്ട്. നമ്മുടെ മലയാളത്തിലുള്ള ന്യൂസ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. ന്യൂസ് 18, മലയാള മനോരമ, മാതൃഭൂമി, 24ൻ്റെ പേര് കണ്ടില്ല കേട്ടോ. അത് ചിലപ്പോൾ ഞാൻ മിസ്സായതാണെന്ന് അറിയാം. ഞാൻ അവിടെ അതിൻ്റെ ഒരു ഇതിടാം. ഇഷ്ടംപോലെ ആൾക്കാരെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കേരള വേറൊരു ന്യൂസ് ചാനലുള്ളത് കൗമുദി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ന്യൂസ് ചാനലുണ്ട്. ഹിന്ദുസ്ഥാൻ ടൈംസ്, ANI, PTI. പിന്നെ യൂട്യൂബ് ചാനലാണെങ്കിൽ ദൂത, അവരുടെ മെയിൻ ശത്രു. ഡീടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ട്. പിന്നെ ന്യൂസ് മിനിറ്റുകാർ ഇത് കിഡലിനായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അവിടെ പോയിട്ടുള്ള റിപ്പോർട്ടിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ന്യൂസ് മിനിറ്റ്. അവർ തന്നെയാണ്. അതൊരു ഇൻഡിപെൻഡൻറ്റ് ന്യൂസ് ഒരു റിപ്പോർട്ടിംഗ് ചാനലാണ്. ബയസ്ഡ് അല്ല എന്ന് തോന്നുന്നു, അറിയില്ല. അവരിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പൂജ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു എഡിറ്ററൊക്കെയാണ് അവരുടെ മെയിൻ. അത് ഈ ആൾക്കാരൊന്നുമില്ല, എന്നിട്ടും അവർ ഒരാളിനെ വിട്ട് അവിടെ പോയി ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് ന്യൂസ് 18കാരന് രക്ഷയില്ല. അവർക്ക് വ്യൂസ് കിട്ടണോണ്ടാണോ എന്താണെന്നൊന്നും അറിയില്ല, അവർ ഭയങ്കരമായിട്ട് കവർ ചെയ്യുന്നുണ്ട്. ന്യൂസ് 18 തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ചാനലുണ്ട്, കന്നഡയിൽ ചാനലുണ്ട്, എല്ലാവരുടെയും ചാനലുണ്ട്. എല്ലാത്തിലും അടിച്ച് വിടുന്നുണ്ട്, ഒരു രക്ഷയില്ല. അവരാണ് ഏറ്റവും കൂടുതൽ കവർ ചെയ്യുന്നത്. പിന്നെ 24കാർ ഇടയ്ക്ക് ചർച്ചയൊക്കെ വെക്കുന്നുണ്ട്, അവരും കവർ ചെയ്യുന്നുണ്ട്. അവരും കുറച്ച് റിപ്പോർട്ടേഴ്സിനെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് എന്ന് ഞാൻ കണ്ടു. പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യ, ബാംഗ്ലൂർ മിറർ, ഹിന്ദു, പിന്നെ ഇന്ത്യൻ എക്സ്പ്രസ്, ഇതൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ എല്ലാവർക്കും എതിരെയും കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഗാഗ് ഓർഡറിൽ അവർ പറഞ്ഞ കാരണം? എന്തുകൊണ്ടാണ് ഇത്രയും 8000 ലിങ്കിനെ ഡിലീറ്റ് ചെയ്യണം, റിമൂവ് ചെയ്യണം ഇൻ്റർനെറ്റിൽ നിന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫോൾസ്ലി ഫാബ്രിക്കേറ്റഡ് അലിഗേഷൻസ് വിത്തൗട്ട് എനി ബേസിസ്. ഇതിനൊന്നും ബേസിസ് ഇല്ല. അത് അവർ പറയണത് കൈൻഡ് ഓഫ് ഒരു ന്യായം തന്നെ. അതായത് ഇതിനൊന്നും ബേസിസ് ഇല്ല. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു കോൺസ്പിറസിയാണ്. ഇത് കൈൻഡ് ഓഫ് ഇപ്പോൾ ഒരു കോൺസ്പിറസിയാണ്. ആയിരുന്നു കുറച്ച് കാലം മുന്നേ വരെ. ഇപ്പം അത് കോൺസ്പിറസി ഒന്നും അല്ല. ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഒന്ന് സീരിയസ് ആയത്. ഇത് വെറുതെ ഒരു കെട്ടുകഥ മാത്രമല്ല, ഇതൊക്കെ ഉള്ളതാണ്. ഇതിന് വിറ്റ്നസ് ഉണ്ട്. ഇവിടെ ഇത്രയും ആൾക്കാർ, ഇത്രയും ശവങ്ങൾ ഇവരിവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. എല്ലാം ഓരോന്നായിട്ട് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഇതൊരു കോൺസ്പിറസി അല്ലാതായി. അപ്പോൾ ഇത്ര കാലം വെച്ച് നോക്കുമ്പോൾ, കാരണം ഇവർ ഇത് 18-ാം തീയതിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോഴും ഇതൊരു കൈൻഡ് ഓഫ് ഇത് തന്നെയാണ്. ചിലപ്പോൾ അതുകൊണ്ടാണോ ഈ കോടതി ഇങ്ങനെ വിധിച്ചതെന്നൊന്നും അറിയില്ല. അങ്ങനെയാണ്. ഒരു യൂട്യൂബ് ചാനൽ സുപ്രീം കോടതി പോയിട്ടുണ്ട്. ദ തേർഡ് ഐ എന്നാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അത് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തെന്നുള്ളൂ. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ എന്താണ് ഈ ബാംഗ്ലൂർ കോടതിക്ക് വേണ്ടത്? ഇവർ ഇങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോഴേക്കും ഒറ്റയടി, എന്നാൽ പിന്നെ എല്ലാവരുടെയും അങ്ങോട്ട്. ഞാൻ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ ഒരു ജഡ്ജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ കേസുകൾ മാത്രം പോകുന്ന ഒരു ജഡ്ജ്. പുള്ളി ഇവരുടെ കേസ് വന്നാൽ പുള്ളിയുടെ ബെഞ്ചിനാണത് വരിക. പുള്ളി പറയും ഇവരിനൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ആ ജഡ്ജൊന്നല്ല, ഇത് വേറെ ജഡ്ജാണ്. എനിക്ക് തോന്നിയ കാരണം ഞാൻ പറഞ്ഞില്ല. അത് ആ സമയത്ത് ഒരു വിറ്റ്നസ് ഉണ്ട്. ഒരു വർക്കർ വന്നിട്ട് ഞാൻ അങ്ങനെ പണ്ട് കുഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. അല്ലാണ്ട് തെളിവൊന്നും അപ്പോഴും കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് അതൊക്കെ കിട്ടിയത്. ഇപ്പം ചിലപ്പോൾ അത് ഗാഗ് ഓർഡർ കൊടുത്താൽ ചിലപ്പോൾ അത് പാസ്സാവുമോ? ഇപ്പോഴും ചിലപ്പോൾ പാസ്സാവുമായിരിക്കും. പൈസയും സ്വാധീനമൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇപ്പം പാസ്സാവാൻ ഇത്തിരി കഷ്ടപ്പെടും എന്ന് തോന്നുന്നുണ്ട്. പറയാൻ പറ്റില്ല. അതാണ് സംഭവം. ഇവിടെ ഏറ്റവും കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ,
ഈ ഗാഗ് ഓർഡർ കൊടുത്തതിൽ കുറച്ച് കന്നഡ ന്യൂസ് ചാനൽസ് ഉണ്ട്. അവർ ഇതിനെക്കുറിച്ച് ഒരു ന്യൂസ് ചെയ്തിട്ടില്ല. അതായത് ഇനി ചെയ്താലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ബോഡി എന്തെങ്കിലും കിട്ടിയവന്മാരൊക്കെ കൂടി വരും എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത ഇവരിനെ കുറിച്ച് ഒന്നും പറയാത്ത ന്യൂസ് ചാനലിൽ വരെ ഇവർ ഗാഗ് ഓർഡർ ഇട്ടിട്ടുണ്ട്. അവരുടെ ഒരു ദീർഘവീക്ഷണം. ഇവർക്കിങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇവരിങ്ങനെ കുറേ അടിച്ചു, ആ ലിങ്ക് കുറേ എടുത്തു, എന്നാൽ പിന്നെ കൊടുത്തു, എല്ലാവർക്കും അടിച്ച് കൊടുക്കുക കയ്യിൽ, എല്ലാവരും ഒന്ന് പേടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. അത് വേറൊരു കോമഡി. ജൂലൈ 18 ഇവർ ഈ സബ്മിറ്റ് ചെയ്യുന്നത്, ഈ ഡോക്യുമെൻ്റ്. ഇങ്ങനെ ഒരു സംഭവമുണ്ട്, എൻ്റെ കുടുംബത്തിനെയും എൻ്റെ ഇവരിനെയൊക്കെ ഇങ്ങനെ ഫാൾസ്ലി അക്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതേ ദിവസമാണ് ഈ ഗാഗ് ഓർഡർ ഇവർ കോടതി അപ്രൂവ് ചെയ്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 8842 ലിങ്ക്. ഈ ഓരോ ലിങ്കും ഈ ഓരോ വീഡിയോസും നമ്മുടെ തന്നെ വീഡിയോ, അന്നത്തെ വീഡിയോ ഒരു മണിക്കൂറുണ്ട് തോന്നുന്നു. ഇതുപോലെ എല്ലാ ഈ ദൂതൻ്റെ വീഡിയോ ഒക്കെ അരമണിക്കൂർ എന്തുകൊണ്ട്. അപ്പോൾ ഈ എല്ലാ വീഡിയോസും ഈ എല്ലാ ന്യൂസും ഈ എല്ലാം ഇവർ ഒരു ദിവസം ഈ 8842 ലിങ്ക് ഒരു ദിവസം കൊണ്ട് ഇവർ അപ്രൂവ് എല്ലാം നോക്കി കണ്ട് ഇതൊക്കെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അപ്രൂവ് ചെയ്തു. മനുഷ്യന്മാർ വിശ്വസിക്കുന്ന പോലത്തെ എന്തെങ്കിലും നുണ പറഞ്ഞാൽ പിന്നെ കേൾക്കാൻ ഒരു സുഖമുണ്ട്. ഇതൊക്കെ എവിടെ നിന്നാണ് ഇവന്മാരൊക്കെ വരുന്നത്? ജൂലൈ 18 കൊടുത്തു, അന്ന് തന്നെ ഇത്രയും ലിങ്കിനെ റിമൂവ് ചെയ്യണമെന്നിട്ട് കോടതി വിധിക്കുകയും ചെയ്തു. വാട്ട് ദ ഫക്ക്? എത്ര സമയമെടുക്കും ഇത്രയും ലിങ്ക് ഒന്ന് കയറി നോക്കാൻ? ചുമ്മാ ഒന്ന് ഓപ്പൺ ചെയ്ത് ഓഫാക്കാൻ തന്നെ ഒരു സമയമെടുക്കും, ഒരു ദിവസം മിനിമം എടുക്കുമല്ലോ. എന്നിട്ടാണ് ഈ ഓരോ വീഡിയോസും, എത്ര വീഡിയോസാണ് യൂട്യൂബിൻ്റെ? 4410 യൂട്യൂബ് വീഡിയോസ്. ശരി, എന്നാൽ 3 വീഡിയോസ് കാണുമ്പോൾ തന്നെ മതിയാവും. ഇവർ എത്ര പേര് കോടതിയിൽ ഇരിക്കണ്ടേ ഈ വീഡിയോസ് മാത്രം നോക്കാൻ? ഇതൊക്കെ ആരോട് ചോദിച്ചിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഈ ഡാറ്റ നമ്മൾക്ക് വായിക്കുമ്പോൾ എന്താ ഇവർ പറയുന്നതെന്ന് നമുക്ക് തോന്നുകയാണ്. ഇവരുടെ എല്ലാ കാര്യവും ഇങ്ങനെയാണ്, അറിയാലോ. ഓരോ ആൾക്കാരിനെ കൊന്നതും പിടിച്ചതൊക്കെ അറിയാലോ. ഒരു ബന്ധമില്ല. ഇവർ ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കുറ്റം കുറ്റം ഏറ്റെടുക്കാൻ കുറച്ച് പേര്, അപ്പോൾ ഞങ്ങളൊന്നും ഇത് അറിഞ്ഞിട്ടില്ല, അവരാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് ഈസി ആയിട്ട് രക്ഷപ്പെടാമല്ലോ. അത്രേ ഉള്ളൂ. പിന്നെ ഒരു എവിഡൻസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു വക്കീൽ, ഒരു സുപ്രീം കോടതി ഒരു വക്കീലിനെയോ അല്ലെങ്കിൽ ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങുന്ന അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടാവില്ലേ, അവരിനെയൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു മർഡർ അറിയാണ്ട് സംഭവിച്ചു, അപ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുമല്ലോ, ഇന്നതുപോലെ ചെയ്യും. അതൊന്നും ചെയ്തിട്ടുമില്ല. കാരണം അങ്ങനത്തെ ഓരോ മണ്ടത്തരം ചെയ്തു. ഇതിപ്പോൾ ലോജിക്കലി നോക്കുക, 18 കൊടുത്തു, അന്ന് തന്നെ ഈ ഒരു ലിങ്കും ഓപ്പൺ ചെയ്യാണ്ടാണ് ഈ കോടതി വിധിച്ചതെന്ന് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായില്ലേ? അതുപോലെ അവർക്ക് ചെയ്യാൻ വയ്യ. ഇതിപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് വിധിച്ചതെങ്കിൽ പറയാം, ഞങ്ങൾ 3 ദിവസം എടുത്ത് ഇതെല്ലാം നോക്കി കൺഫേം ചെയ്ത് വിധിച്ചു. അപ്പോൾ പിന്നെ നമുക്കൊരു ആർഗ്യുമെൻ്റ് ഇല്ല, നമുക്ക് അവിടെ സംശയങ്ങളൊന്നും വരുന്നില്ല. ഇതാണ് പറഞ്ഞവരൊക്കെ ഒരു കൈൻഡ് ഓഫ് മണ്ടന്മാരാണെന്ന്. ദേ ആർ നോട്ട് സ്മാർട്ട്. അവർ സ്മാർട്ടായിട്ട് ഒരു കേസിനെ ഡീൽ ചെയ്യണതും ഇങ്ങനെ വെറുതെ റാഷായിട്ട് ഇമോഷണലി ഓരോ ഡീൽ ചെയ്യണതും അത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ? സീസൺഡ് ആയിട്ടുള്ള ഈ കുറ്റവാളികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് അറിയാം ഇതെന്ത് ചെയ്യണം, എപ്പോൾ എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നൊക്കെ. ഇവരങ്ങനത്തെ ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനത്തെ ഓരോ മണ്ടത്തരങ്ങളൊക്കെ ആരടപ്പം ചെയ്യണം, ഓരോ വള്ളി ടീംസ്. അപ്പോൾ ഇതാണ് ഈ ഗാഗ് ഓർഡറിൻ്റെ കാര്യം. ഇതാണ് ഞാൻ കണ്ട ഒരു സംഭവം, വീഡിയോ ഇറങ്ങി കഴിഞ്ഞിട്ട് വന്ന സാധനം. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഇഷ്ടംപോലെ എല്ലാവർക്കും അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എന്തൊക്കെ സംഭവിച്ചു അതിനുശേഷം, നമ്മുടെ വീഡിയോ ഒക്കെ ഇറങ്ങിയ ശേഷം എന്ത് സംഭവിച്ചു. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് സാറ്റർഡേ ആണ്. അപ്പോൾ സാറ്റർഡേ വരെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള ഒരു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ പൊളിറ്റിക്കൽ പ്രഷർ വന്നു, അല്ലെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു. കോമഡി ഒരു സാധനമൊക്കെ ഉണ്ട്. അത് ഞാൻ കുറച്ച് ഇടയിൽ വെച്ച് പറഞ്ഞുതരാം. ഇവരുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റിനെ ന്യൂസ് മിനിറ്റിൻ്റെ ആൾക്കാർ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. എൻ്റെ മോനെ, അതായത് നമ്മൾ ലൈവായിട്ട് അയാളെ കുടുക്കില്ലേ, അതായത്
അയാൾ ആദ്യം ഒരു കാര്യം പറയും, പിന്നെ ഇവർ ചോദിച്ച് അപ്പം നിങ്ങൾ അങ്ങനെയല്ലേ അപ്ലൈ പറഞ്ഞു, അല്ല അത് അങ്ങനെയല്ല, അത് ഞാൻ പറഞ്ഞത് ഞാൻ വേറെ അങ്ങനെ ലൈവായിട്ട് അയാൾ കുടുങ്ങുന്നത് നമുക്ക് നേരിട്ട് കാണാം. ഞാൻ കുറേ ചിരിച്ചു ആ വീഡിയോ കണ്ടിട്ട്. കാരണം അതാണ് ഞാൻ പറഞ്ഞു, ഇവരൊന്നും അങ്ങനെ സ്മാർട്ടായിട്ടുള്ള ആൾക്കാരൊന്നുമില്ല. അവർക്ക് ഇങ്ങനെ കുറച്ച് മറയ്ക്കണം എന്നൊക്കെ ഉണ്ട്. അവർ തെറ്റ് ചെയ്തു അത് മറയ്ക്കണം, പക്ഷെ അതിന് എവിടെ പറയണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അത് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അയാൾ കുടുങ്ങണത്. അതിനെക്കുറിച്ച് ഞാൻ പറയാം, അത് കുറച്ച് അപ്പുറത്തെത്തുമ്പോഴാണ്. നമുക്ക് കുറേ ഡാറ്റ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇത് സോംനാഥ് നായിക് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടിവിസ്റ്റ് പണ്ട് RTI ഈ റൈറ്റ് ഇൻഫർമേഷൻ ഉണ്ടല്ലോ, അതിന് ഒരു ഡാറ്റ ചോദിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്ന് ആലോചിച്ച് വയ്ക്കാം. 2001 തൊട്ട് 2012 വരെ ഈ ധർമ്മസ്ഥല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചെറിയൊരു വില്ലേജിൽ ഒരു വലിയൊരു അമ്പലമുണ്ട്, അതിൻ്റെ ചുറ്റുപറ്റിയുള്ള ആ ഒരു ചെറിയ വില്ലേജിൽ എത്ര മരണങ്ങൾ സംഭവിച്ചു, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള അതും അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള മരണങ്ങൾ എത്ര എണ്ണം എന്ന് പറഞ്ഞിട്ട് ഒരു ഡാറ്റ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ആക്ടിവിസ്റ്റ് ഗവൺമെൻറ്റിന് RTIൻ്റെ സംഭവം കൊടുത്തു. അപ്പോൾ അതിന് കിട്ടിയ ഒരു റിപ്ലൈ ആണ്, ഇറ്റ്സ് വെരി ഷോക്കിംഗ്. അതായത് നിങ്ങൾ ആലോചിക്കണം, ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദ വേൾഡാണ്. പറഞ്ഞുതരാം. മൊത്തം 152 അൺഐഡൻറ്റിഫൈഡ് മെയിൽസ്, ഓക്കെ, 28 അൺഐഡൻറ്റിഫൈഡ് ഫീമെയിൽസ്, 195 ഐഡൻറ്റിഫൈഡ് മെയിൽസ്, 65 ഐഡൻറ്റിഫൈഡ് ഫീമെയിൽസ്. ഒന്നുകൂടി പറഞ്ഞുതരാം, 152 ആണുങ്ങളും 28 സ്ത്രീകളും. അവരാരാണെന്ന് അറിയില്ല, അൺഐഡൻറ്റിഫൈഡാണ്. അൺഐഡൻറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നോ വന്നു ഇവിടെ മരിച്ചു, അത്രേ ഉള്ളൂ. ഇതാരാണെന്നോ എന്താണെന്നോ ആർക്കും അറിയില്ല. കൊള്ളാമല്ലോ. ഇനി ഐഡൻറ്റിഫൈഡ് ആണെങ്കിൽ 195 ആണുങ്ങളും 65 സ്ത്രീകളും. അത് അവിടുത്തെ ചിലപ്പോൾ ഐഡൻറ്റിഫൈഡ് പറഞ്ഞാൽ അവിടുത്തെ നാട്ടുകാർ ഒന്നെങ്കിലും ആയിരിക്കും. ഈ 28 അൺഐഡൻറ്റിഫൈഡ് സ്ത്രീകളൊക്കെ ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. പിന്നെ അതിൽ വേറൊരു സംഭവം പറയുന്നത് 452 സൂയിസൈഡ്സും 8 മേഡേഴ്സും ഈ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട് ആ സ്ഥലത്ത്. എത്ര സൂയിസൈഡ്സ്? 452 സൂയിസൈഡ്സ്. ശരി, വിശ്വസിച്ചു. കണക്കാണ്, RTI വിട്ട കണക്കാണ്. ഇത് അന്നൊന്നും നമുക്ക് ഈ ഇത്രയും ഡാറ്റ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് ഗവൺമെൻറ്റിന് ഓൾറെഡി അറിയാമെന്ന്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഇത് ഗവൺമെൻറ്റിന് ഓൾറെഡി അറിയാം. ഇതിൻ്റെ ഒരു റീസൺ ഇതെന്താണ്, ഇവിടെ ഈ ഒരു സ്ഥലത്ത് കർണാടകയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള സ്ത്രീകളും കുട്ടികളും മരിക്കുന്നത് എന്തുകൊണ്ട്, ഈ ഒരു സ്ഥലത്ത് ഇത്രയും സൂയിസൈഡ് സംഭവിക്കുന്നു എന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് എന്ന്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ അന്നെന്ത് വിചാരിച്ചു, ഇതൊന്നും ഗവൺമെൻറ്റിനൊന്നും അറിയാത്ത കാര്യങ്ങളാണ്. VS ഉഗ്രപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർമർ MP, കോൺഗ്രസിൻ്റെ ഒരു MP ആണ്. അപ്പോൾ പുള്ളി 2016 ഒരു കമ്മിറ്റി ഈ കർണാടക ഗവൺമെൻറ് രൂപീകരിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും ഇങ്ങനെ മിസ്സിങ് കേസ് ഒരുപാട് വരുന്നു, പിന്നെ അവർ ഒരുപാട് പ്രശ്നങ്ങളിൽ ഈ അബ്യൂസും കാര്യങ്ങളൊക്കെ അവർക്കെതിരെ വരുന്നു എന്ന് പറഞ്ഞിട്ട് മൊത്തം ഒരു സ്റ്റഡി നടത്തി റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട് ഈ ഉഗ്രപ്പ ഹെഡ് ചെയ്തിട്ട് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് 2016. കാരണം ഇതൊന്നും നമ്മൾ നേരത്തെ വിചാരിച്ചു ഗവൺമെൻറ്റിനൊന്നും ഇത് അറിയില്ലല്ലോ. ഇപ്പോൾ എന്താണ് നമ്മുടെ ദൂത ചാനൽ സമീർ അവനാണ് ഇത് പുറത്ത് കൊണ്ടുവന്നതെന്നൊക്കെയല്ലേ നമ്മൾ ആദ്യം വിചാരിച്ച്. ഒന്നുമില്ല, ദേ ന്യൂ അബൌട്ട് ഇറ്റ്. അതെങ്ങനെയാണെന്ന് കേൾക്കും, നല്ല രസമാണ്.
ആ കഥ. പുള്ളി ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ ഒന്ന് പറഞ്ഞ കാര്യമാണ്, പുള്ളി നേരിട്ട് ഒന്ന് പറഞ്ഞ കാര്യമാണ് കേട്ടോ. മൊത്തം കർണാടകയിൽ ഇങ്ങനെ കുറച്ച് കേസുകൾ കൂടണു എന്ന് പറഞ്ഞിട്ട് 2016 ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഗവൺമെൻറ്, പുള്ളിയാണ് ഹെഡ് ചെയ്തത്. അപ്പോൾ ദക്ഷിൺ കന്നഡ സ്ഥലത്ത് ഓരോ സ്ഥലത്ത് പോവാണ്, ബാംഗ്ലൂർ മറിച്ചവിടെയൊക്കെ പോകണം. അപ്പോൾ ദക്ഷിൺ കന്നഡൻ്റെ ആ സ്ഥലത്ത് പോയപ്പോൾ ശേഖർ എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടിവിസ്റ്റ് എണീച്ചിട്ട് പുള്ളീൻ്റെ അടുത്ത് ഈ 9 ഒക്ടോബർ 2012 സൗജന്യൻ്റെ കേസ് ഉണ്ടല്ലോ അതിനെക്കുറിച്ച് പറഞ്ഞു. ഈ കമ്മിറ്റിക്ക് മുന്നാകെ സൗജന്യൻ്റെ കേസ് പറഞ്ഞു. CBI എൻക്വയറി അത് 2016 നമുക്കറിയാം. 2016 CBI കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ടാണ് കേസ് ഇവനൊന്നല്ല തെറ്റ് ചെയ്തതെന്ന്, സൗജന്യൻ്റെ കേസ് ആരെ കുറ്റം ചെയ്തതെന്ന് ആർക്കും അറിയില്ല. ഇവർ പറഞ്ഞ ആ സന്തോഷം എന്ന് പറഞ്ഞിട്ട് മെൻ്റലി പ്രശ്നമുള്ള അയാളല്ല കുറ്റം ചെയ്തതെന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു CBI. പക്ഷെ ആരാണ് കുറ്റം ചെയ്തത് അതറിയില്ല. അപ്പോൾ ഇപ്പോഴും CBI കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് 2016. ഈ ശേഖർ CBIൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു എൻക്വയറി ഒന്നും ഇല്ലല്ലോ എന്ന് മറുപടിയാണ് അത്ര CBI കൊടുത്തത്. ഇത് ഇയാൾ പറയുന്നതാണ് കേട്ടോ. CBIൻ്റെ കാര്യം എന്താണെന്നൊന്നും നമുക്കറിയില്ല, ഇത് ഇവർ പറയുന്ന കാര്യമാണ്. അങ്ങനെ ഒരു എൻക്വയറി ഒന്നും അവർ ചെയ്യുന്നില്ല എന്നാണ് ഇയാൾക്ക് CBIൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അത്ര ശേഖറിന്. അത് ഈ കമ്മിറ്റിക്ക് മുന്നേ അയാൾ പറയണം. അപ്പോൾ RTI വെച്ചിട്ട് ഇവർ നോക്കിയപ്പോൾ, റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ച് ഇവർ ഡാറ്റ എടുത്തപ്പോൾ 500 അൺനാച്ചുറൽ ഡെത്ത് ധർമ്മശാലയിൽ മാത്രം സംഭവിക്കുന്നുണ്ട് എന്ന് ഇവർക്ക് ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ രാഹുൽ എന്ന് പറഞ്ഞിട്ടുള്ള അഡീഷണൽ SP ആ ഒരു സമയത്ത് അയാൾ പറഞ്ഞത്ര എല്ലാ കൊല്ലവും എവറി ഇയർ 100 കണക്കിന് അൺനാച്ചുറൽ ഡെത്ത് ഈ ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ആക്ടിവിസ്റ്റ് പറഞ്ഞപ്പോൾ ആ ഒരു മീറ്റിങ്ങിൽ ആ അഡീഷണൽ SP ഉണ്ട് ദക്ഷിൺ കന്നഡത്തിൻ്റെ. അപ്പോൾ പുള്ളിയാണ് പറയുന്നത് അവിടെ ഇങ്ങനെ 100 കണക്കിന് സ്ത്രീകളുടെ കേസ് മാത്രമാണ് ഇവർ പറയുന്നത്. ആണുങ്ങളുടെ കാര്യം പിന്നെ ആർക്കും ആവശ്യമില്ലല്ലോ, അത് അപ്പുറത്ത് അവന് തല്ലിക്കൊന്നാലും ഒന്നും ചോദിക്കാനൊന്നും ആരുമില്ല, അവരുടെ കണക്ക് വേറെ. ഇതിപ്പോൾ 100 അൺനാച്ചുറൽ വുമൻ ഡെത്ത് അവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എല്ലാ കൊല്ലവും എന്നാണ് SP പറയുന്നത്. ഇതൊക്കെ അതാണ് പറയുന്നത്, നോക്കിയോ കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ പറയുന്നത്, ഈ ഉഗ്രപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ പറയുന്നത് MP ആയിരുന്നല്ലോ പുള്ളി പറയുന്നത്, ഇയാൾ ചോദിച്ചത്രേ, പോലീസിൻ്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നു, സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്താണ് ഇവിടെ ഒരു പ്രത്യേക ഒരു സംഭവം ഇത്രയും അധികം. അപ്പോഴാണ് അയാൾ ഒരു കാര്യം പറഞ്ഞത്, കർണാടകയിൽ തന്നെ ഏറ്റവും കൂടുതൽ അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ മരിക്കുന്നത് ഇവിടെയാണ് അത്ര. ബാംഗ്ലൂർ ആണെന്നാണ് അയാൾ ആദ്യം വിചാരിച്ചത്, കാരണം സിറ്റിയാണ്, പോപ്പുലേഷൻ അത്രയും ഉണ്ടല്ലോ. അതല്ല, അതിനേക്കാളും ഉണ്ടെന്ന് ഇവിടെ. അപ്പോൾ പോലീസിൻ്റെ റിപ്ലൈ എന്താണ്, ഇവിടെ 10,000 ആൾക്കാർ ഡെയിലി വരുന്നതാണ്, ആൾക്കാർ മരിക്കാൻ വേണ്ടി വരുന്നുണ്ട്, അപ്പോൾ അവർ സൂയിസൈഡ് ചെയ്യുന്നതായിരിക്കാം, മരിക്കാൻ വന്നിട്ട് സൂയിസൈഡ് ചെയ്യേ. കൊള്ളാമല്ലോ, ചടങ്ങാണോ ഇത്? അവിടുത്തെ പ്രത്യേക വഴിപാടാണോ സൂയിസൈഡ് ചെയ്യുക? ഈ ഇവിടെയൊക്കെ പോയില്ലേ നമ്മൾ, എന്താണ് കാശിയോ വാരണാസിയോ, അവിടെ അങ്ങനെ അത് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ പോയി അത് വയസ്സായ ആൾക്കാർ അവിടെ പോയി മരിക്കാം, ഈ ഗംഗയുടെ തീരത്ത് പോയി മരിക്കാം എന്ന് പറഞ്ഞ് പോകുന്നതാണത്. അതിപ്പോൾ ഇന്നൊന്നല്ല തുടങ്ങുന്നല്ലോ, അത് പണ്ടൊട്ടേ എന്തൊക്കെയുള്ള ഒരു സെറ്റപ്പാണ്. ഇവരത് ഇൻസ്പയർഡ് ചെയ്തിട്ട് വേറൊരു പരിപാടി. എന്നിട്ട് ഇവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ 2018-23 മാർച്ചിൽ ഈ റിപ്പോർട്ട് കൊടുത്തു. അതായത് ഈ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയ റിപ്പോർട്ട് കൊടുത്തു, ഇത്ര പേര് മരിക്കുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഉടനെ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞ് കൊടുത്തു. ആർക്ക്? ഗവൺമെൻറ്റിന്. 18 കൊടുത്താണ് അത് 2025 വരെ കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിച്ചു. അതായത് കോൾഡ് സ്റ്റോറേജ് ഫയൽ മുക്കി. ഇപ്പോൾ 2 മാസം മുന്നേ ആ റിപ്പോർട്ട് വീണ്ടും എടുത്തു, ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്തു ഈ റിപ്പോർട്ട് 2 മാസം മുന്നേ, ഈ 2025. ഇപ്പോൾ ചീഫ് സെക്രട്ടറി, കർണാടക ചീഫ് സെക്രട്ടറിയാണ് ആ കമ്മിറ്റിയുടെ ഹെഡ്, അയാൾ ഈ റിപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഈ ഉഗ്രപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ അന്ന്
അയാൾ പറയുന്നത് അയാളുടെ ഭാഗം കവർ ചെയ്യാൻ പറയുമല്ലോ. അയാൾ പറയുന്നത് ഞാൻ അന്ന് 150ഓളം സൊല്യൂഷൻസ് കൊടുത്തു. ഈ റിപ്പോർട്ട് ഭയങ്കര ഡീറ്റെയിൽഡ് റിപ്പോർട്ടാണ്. അതിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം, സ്ത്രീകളെ സംരക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ ഒരു പ്രത്യേക എന്തൊക്കെയോ നടക്കുന്നുണ്ട് അതൊക്കെ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കൊടുത്തു എന്നാണ് പുള്ളി പറയുന്നത്. എന്തായാലും റിപ്പോർട്ടിലുണ്ട് പുള്ളി കൊടുത്ത കാര്യം. അതിപ്പോൾ എടുത്തു. ഈ 18 തൊട്ട് 2025 വരെ മുക്കി. നല്ല കാര്യം. അപ്പോൾ ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഗവൺമെൻറ് ന്യൂ അബൌട്ട് ഇറ്റ്. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു വിചാരമുണ്ട്, ഈ ഗവൺമെൻറ് ഇന്ന പൊളിറ്റിക്കൽ പാർട്ടി വന്നു കഴിഞ്ഞാൽ നമ്മളെ നന്നാക്കും, അല്ലെങ്കിൽ ഇന്ന ആൾ അടുത്ത പ്രൈം മിനിസ്റ്ററോ ചീഫ് മിനിസ്റ്ററോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ രക്ഷപ്പെടും എന്നൊരു ചിന്തയുണ്ടെങ്കിൽ യു ആർ ബീയിങ് ഫൂൾഡ് ബൈ ദീസ് മെയിൻ സ്ട്രീം മീഡിയാസ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അതാദ്യം മനസ്സിലാക്കുക. ഒരാളും നമ്മളെ നന്നാക്കാനൊന്നുമല്ല ഈ ഒരു സിസ്റ്റം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ഇതൊക്കെ ഒരു എക്സാമ്പിളാണ്. അതായത് ഈ എക്സാമ്പിൾ എനിക്ക് ആ വീഡിയോ ചെയ്യുമ്പോൾ ഓർമ്മയുണ്ടാവില്ല, പക്ഷേ അത് പെട്ടെന്നൊരു ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. ആര് വന്നാലും ഒരു കാര്യമില്ല. നമ്മളെന്തെങ്കിലും ചെയ്ത് നമ്മളെന്തെങ്കിലും ചെയ്താൽ അത് നമുക്ക് കിട്ടും. അല്ലാതെ അവർ വന്നാൽ നമുക്ക് നല്ലത് ചെയ്യും, ഇവർ വന്നാൽ ആരും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പോകുന്നില്ല. അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമുണ്ട്. ആര് വന്നാലും നീ എൻ്റെ പാർട്ടിയാണോ നല്ലത്, നിൻ്റെ പാർട്ടിയാണോ നല്ലത്, എൻ്റെ പാർട്ടി അത് ചെയ്തടാ, നിൻ്റെ പാർട്ടി എന്ത് ചെയ്തു, ഇത്ര കൊല്ലം ഉണ്ടായിരുന്നു. ഇതൊക്കെ വെറുതെ ആൾക്കാരെ കൊണ്ട് അടി കൂടാനുള്ളൊരു സംഭവം മാത്രമാണ്. അവർക്കത് നിർത്താൻ പറ്റില്ല. അവർക്കതൊരു അഡിക്ഷനാണ്. അതായത് ഇങ്ങനെ പറഞ്ഞ് എൻ്റെ പാർട്ടി ആ ഒരു സംഭവമാണത്. അത് കണ്ടിന്യൂ ആയിക്കോളും. അവരിനെ ഇപ്പോൾ എല്ലാവരിനെയും നേരാക്കാനൊന്നും നമുക്കാവില്ല. നമുക്ക് കാര്യം മനസ്സിലാക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവർ ഇതൊന്ന് മനസ്സിലാക്കുക. ആര് വന്നിട്ടും ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, കാര്യത്തിൽ വയ്ക്കാനാണ്. വേറെ ഇഷ്ടംപോലെ കോമഡീസ് ഉണ്ട്. ഒരു കോമഡി, ഒപ്പോസിഷൻ, കർണാടക ഒപ്പോസിഷൻ്റെ ആൾ അശോക എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി വന്നിട്ട് ബി ജെ പിൻ്റെ ആൾ, ഇപ്പോൾ കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത്, BJPൻ്റെ ആൾ വന്നിട്ട് പറയണേ, ഏതോ അദൃശ്യ ശക്തികൾ ഇതിന് ഈ കേസ് ഇപ്പോൾ കുത്തിപ്പൊക്കിയതിൻ്റെ പിന്നിലുണ്ട്. അത് എനിക്ക് തോന്നുന്നത്, അയാൾക്ക് തോന്നുന്നത് കേരള ഗവൺമെൻറ്റിന് എന്തിനാണ് ഇതിലിത്ര ഇൻവോൾവ്മെൻറ്റിൻ്റെ ആവശ്യം. കേരള ഗവൺമെൻറ് എന്തോ ഇത് അന്വേഷിക്കണമെന്നോ അങ്ങനെ എന്തോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തോ ഒരു കൊടുത്തിട്ടുണ്ട്. അതിനാണ് പുള്ളി എടുത്തതെന്നാണ് തോന്നുന്നത്. കേരള ഗവൺമെൻറ് എന്തിനാണ് ഈ കർണാടകൻ്റെ കാര്യത്തിലേക്ക് ഇടപെടുന്നത്. അതേപോലെ ഈ വിറ്റ്നസ് ഒരു മുസ്ലിമാണ്. തുടങ്ങി ഇവരുടെ സ്ഥിരം പരിപാടി വിറ്റ്നസ് മുസ്ലിമാണെന്നാണ് പുള്ളി പറയുന്നത്. അയാൾക്ക് ഈ അമ്പലത്തിനെ തകർക്കാനാണ്. കേസൊക്കെ നിങ്ങൾ അന്വേഷിച്ചോ, കേസൊക്കെ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ, അന്വേഷിച്ചോ, പക്ഷേ ഈ അമ്പലത്തിനെ തകർക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇവർക്ക് മടുക്കുന്നില്ലേ? എപ്പോഴും ഇതന്നെ, പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യം പറയണോ? എപ്പോഴും ഇതന്നെ, മുസ്ലിം മറ്റേത് മറിച്ച്. അയാൾ മുസ്ലിമേ അല്ല, അയാൾ ഹിന്ദുവാണ്. അമ്പലത്തിൽ വർക്ക് ചെയ്ത ആളാണ്. അമ്പലത്തിൽ എങ്ങനെയാണോ മുസ്ലിമിനെ വർക്ക് ചെയ്യിപ്പിക്കുക? ഇതാണ് വെറുതെ കണ്ട. അതായത് ഒരു സത്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയും. ഇതേ കാര്യങ്ങൾ നിങ്ങൾ എക്സിൽ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് പൈസ എങ്കിലും കിട്ടും. എക്സിൽ അറിയാലോ, ഇഷ്ടംപോലെ പൈസ കിട്ടും. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ആഴ്ച ഈ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ബ്ലഡ് മണി എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട് എക്സിൽ. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം പോലെ ഇങ്ങനെ വായി തോന്നിയതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൽ പൈസ കൊടുക്കുന്നുണ്ട്. ഫേസ്ബുക്കുകാരും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത ആഴ്ച അതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വായി തോന്നിയത് വിളിച്ചു പറയാം. സത്യമായിരിക്കില്ല, പക്ഷെ എന്താണ് ആൾക്കാരുടെ മനസ്സിൽ അതൊരു ഇപ്പോൾ മുസ്ലിം ആയിരിക്കുമോ എന്നല്ല ചെറിയൊരു ഡൗട്ട് ആരുണ്ടെങ്കിലും കുറച്ച് ഒരു 1000 പേര് കേട്ടാൽ ഒരു 10 പേരുടെ മനസ്സിലത് വരുമോ? അതാണ് അവർക്ക് വേണ്ടത്. അവർക്ക് അവരുടെ പാർട്ടിക്കാരും അവർക്ക് എന്താണ് അവരുടെ അജണ്ട അത് അവർ പറയുകയാണ്. ഇതേ അജണ്ട ആണെങ്കിൽ നമുക്കും പറയാം, നമുക്ക് ഇഷ്ടംപോലെ പൈസയൊക്കെ കിട്ടും. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യട്ടോ.
അപ്പോൾ ഇയാൾ മുസ്ലിം ഒന്നും അല്ല, ഇയാൾ ഹിന്ദുവാണ്, അമ്പലത്തിൽ വർക്ക് ചെയ്ത ആളാണ്, ഇയാൾ ദളിതാണ്, SC ST അങ്ങനെ എന്തോ ആണെന്നൊക്കെയാണ് അതിൻ്റെ ഫാക്ട് ചെക്ക് ചെയ്തപ്പോൾ ആൾക്കാരെ കണ്ടുപിടിച്ചത്. ഇതൊക്കെ ആൾക്കാർ കണ്ടുപിടിക്കുന്നുണ്ട്. അതാണ് ഒരു സംഭവം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ദേഷ്യമാണ് വരുന്നു. എന്ത് ചെയ്യുക ഇങ്ങനെ കുറേ ആൾക്കാർ. ഇനി അടുത്തത്, ഏത് പാർട്ടിയും കണക്ക് തന്നെ കേട്ടാ. ഞാൻ അന്നേ പറഞ്ഞു ഈ വിശ്വ ഹിന്ദു പരിഷത്ത് മാത്രം ഇയാൾക്ക് എതിരെയാണ്, ധർമാധികാരിക്ക് എതിരെയാണ്. അവിടെ ഉള്ള അതായത് ധർമ്മസ്ഥലയിലുള്ള അത് ഈ BJPൻ്റെ ഒരു വേറൊരു വേർഷനാണ്. അവരെന്തിനാണ് എതിർക്കണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇത് ഹിന്ദു ടെമ്പിൾ ഇതെവിടെ ഇങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഹിന്ദു അല്ലാത്ത ആൾക്കാർ ഹിന്ദു ടെമ്പിൾ കൺട്രോൾ ചെയ്യുക അവരുടെയാണെന്ന് പറയാം. ഇത് വേറെ എവിടെയും ഇത് സമ്മതിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. എവിടെയെങ്കിലും സംഭവിക്കുമോ? ജെയിൻസാണ് ഇവരൊക്കെ. അവരൊരു ഹിന്ദു ടെമ്പിൾ ഉണ്ടാക്കിയിട്ട് ഈ ഹിന്ദുസാണ് അവിടെ മുഴുവൻ പോകുന്നത്, പൈസ മുഴുവൻ പോകുന്നത് ജെയിൻസിന്. കൊള്ളാല പരിപാടി. അപ്പോൾ ഇതാണ് അവിടെ നടക്കുന്ന ബേസിക്കലി. അപ്പോൾ അങ്ങനെയാണ് ഈ വിശ്വ ഹിന്ദു പരിഷത്തും ഇവരുമായിട്ട് ചെറിയൊരു ഉടക്ക് ധർമ്മസ്ഥലയിൽ. അപ്പോൾ അതാണ് ഞാൻ അന്ന് പറഞ്ഞത്. കോൺഗ്രസ്സുകാരും കണക്ക് തന്നെ, അവരൊക്കെ ഫുൾ സപ്പോർട്ടാണ്. ഈ മറ്റേ ആ ഒരു സൗജന്യൻ്റെ കേസിലൊക്കെ അവിടെ ഒരു 3 ആൾക്കാരൊക്കെ ഉണ്ട് ഈ ജെയിൻ ഫാമിലിയിലുള്ള, അവരെയൊക്കെ ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്തതാണ് കോൺഗ്രസ്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പാർട്ടിനെ കുറിച്ച് പറയുമ്പോഴേക്കും ഇനി മറ്റേ പാർട്ടി കണ്ടാ ഇവരാണ്, എല്ലാം കണക്ക് തന്നെ. ഇതൊന്ന് മനസ്സിലാക്കി. ഇതിങ്ങനെ വെറുതെ പറയിപ്പിക്കണ്ട. ഇത് ഇനിയിപ്പോൾ ഇത് എവിടെയെങ്കിലും ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം എന്ന് തോന്നുന്നു. കാരണം ഒരു എന്തെങ്കിലും കെട്ടിയ പിന്നെ ഇത്രയും നടന്നതൊക്കെ മറന്നു. പിന്നെ ആ പാർട്ടി ആയതുകൊണ്ടാണ്. എടോ ഏത് പാർട്ടി ആയാലും ഇതൊക്കെ ഇതന്നെ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇത് ഇത്രയും ആൾക്കാർ ഇങ്ങനെ നിൽക്കണതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു ലെവൽ ഒരു അന്വേഷണമെങ്കിലും ഇപ്പോൾ ഉണ്ടായത്. ആ റിപ്പോർട്ട് മുക്കിയെന്ന് പറഞ്ഞില്ലേ, ഇപ്പം എങ്ങനെ ആ റിപ്പോർട്ട് പൊങ്ങി വന്ന്? ഈ പ്രശ്നം ഇത്രയും ആയതുകൊണ്ടല്ലേ? അതൊന്നും ആയിരിക്കും. അത് പറ്റില്ല, പാർട്ടി അത് പറഞ്ഞ അടി. അത് അപ്പോൾ അതാണ് ആ കാര്യം. കാരണം ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ ഓരോന്ന് പറഞ്ഞ് എവിടെയെങ്കിലൊക്കെ എത്തും. അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അഡ്വക്കേറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ, അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. KV ധനഞ്ജയ് എന്നാണ് പുള്ളിയുടെ പേര്. ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ കേട്ടോ. അതും ന്യൂസ് മിനിറ്റുകാരെ ചെയ്തിരിക്കുന്നത്. സീനിയർ സുപ്രീം കോർട്ടിലെ ഒരു അഡ്വക്കേറ്റാണ്. പുള്ളിയുടെ അടുത്താണ് ഇത് വന്നിരിക്കുന്നത്. ഒരു റിപ്പോർട്ടോ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ആ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു എന്ന് തോന്നുന്നു. ഏതോ ഒരു ജൂനിയർ ആയിട്ടുള്ള 2 വക്കീലന്മാരാണ് ഇതിൻ്റെ പിന്നിലെന്നോ അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക് ഇവിടെ കേട്ടായിട്ട് ഓർമ്മ. പക്ഷെ അങ്ങനെയല്ല, ഈ ധനഞ്ജയാണ് ഇതിൻ്റെ പിന്നിൽ. ആളുടെ ആ ഒരു ഇൻ്റർവ്യൂ കാണണം, അമ്മാതി കോൺഫിഡൻറ്റ്. അതായത് പുള്ളി പറയുന്നത്, നിങ്ങൾ അന്വേഷിക്കുക, ഇങ്ങനെ ഒരു സംഭവമുണ്ട്. പുള്ളി ഒരു എക്സാമ്പിൾ വെച്ചിട്ട്, ഒരു വാച്ചിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. അതായത് ഞങ്ങൾ ഇങ്ങനെ ഒരു കോടതിയിൽ പോയി മൊഴി കൊടുത്തു, ഒരാൾ ഇത്ര ആളിനെ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് വേണം? കുഴിച്ചിട്ടുണ്ടോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ? അത് ചെയ്യ്. ഈ ഇൻ്റർവ്യൂ വന്നിരിക്കുന്നത് ഇവർ ആ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ആൾക്കാർ വരുന്നതിന് മുന്നേ കേട്ടോ. അപ്പോൾ അയാളുടെ ഒരു അവസ്ഥ പറയാണ്. ഇത്രയും ഒരു സെൻസേഷനലായിട്ടുള്ളൊരു കേസ് ഇവർ കൊണ്ട് കൊടുത്തിട്ട് ആ ക്രെഡിറ്റ് എടുക്കാൻ പോലും പോലീസുകാർക്ക് വയ്യ. അവർ ആ ഭാഗത്തേക്കേ വരുന്നില്ല എന്നാണ് പറയുന്നത്. ആ ആളുടെ വർത്താനം കേൾക്കുമ്പോൾ നമുക്കത് സംഭവം മനസ്സിലാവുന്നുണ്ട്. അയാൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട്. അല്ലാതെ ചുമ്മാ ഈ ഫെയിമിന് വേണ്ടിയിട്ട് ഈ മറ്റേ ആളില്ലേ, എന്താണ് ഗോവിന്ദ് ചാമിൻ്റെയൊക്കെ കേസെടുത്ത ആളൂരോ അങ്ങനെ എന്തോ ആളില്ല, അത് വെറുതെ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതല്ലത്. പുള്ളി സ്ട്രെയിറ്റ് ഫോർവേഡ് കാര്യങ്ങൾ നിങ്ങൾ തെളിയിക്കി. ഇപ്പം ഇയാൾ പറഞ്ഞതൊക്കെ നുണയാണെങ്കിൽ അത് തെളിയിച്ചാൽ ഓക്കെ. തെളിയിച്ചാൽ അയാൾ കുറ്റവാളിയായി. അല്ലെങ്കിലും അയാൾ കൈൻഡ് ഓഫ് കുറ്റവാളിയാണ്. ഈ ഇത്ര പേരിനെ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞാൽ അയാൾ കുറ്റവാളിയാണ് ആക്ച്വലി. ഇപ്പം ഈ കേസ് തെളിഞ്ഞു എന്ന് വെക്കുക, കുറേ ഡെഡ് ബോഡീസ് കിട്ടിയെന്ന് വെക്കുക. ആരാ കുഴിച്ചിട്ട് കൊന്നത്? വേറെ ആൾക്കാർ. ഓക്കെ, കുഴിച്ചിട്ടത് ഇയാൾ തന്നെയാണല്ലോ. അപ്പോൾ അയാൾക്ക് അതുണ്ട്.
കുറ്റം അയാൾക്കും കുറച്ച് വരും. കേസ് അയാളുടെ കേസിൽ താഴെയുള്ള ഏതെങ്കിലും പ്രതിപട്ടിക എന്നൊക്കെ പറയില്ലേ, ഈ 10ാമത്തെ പ്രതി 20ാമത്തെ പ്രതി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു പ്രതി ഇയാളുമാണ്. അതുകൊണ്ട് അയാൾക്ക് റിസ്ക് അറിയുക, ഈ വിറ്റ്നസ്സിന് റിസ്ക് അറിയുക, എന്നിട്ട് തന്നെയാണ് അയാൾ പുറത്ത് വന്നതെന്നാണ് പുള്ളി പറയുന്നത്. എന്തുകൊണ്ട് വന്നു, അതായത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിറ്റ്നസ് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി പറയുന്നത് 1995 തൊട്ട് 2014 വരെ ഈ കുഴിച്ചിട്ടുകൊണ്ടേയിരുന്നു ഇയാൾ, നമ്മുടെ വിറ്റ്നസ്. വർക്കറെന്നോ സാനിറ്റേഷൻ വർക്കറെന്നോ എന്തെങ്കിലും ഒരു വർക്കർ, വിറ്റ്നസ് എന്നൊക്കെ പറഞ്ഞ ഒരേ ആളാണ് കേട്ടോ, മാറിപ്പോണ്ട. അപ്പം ഇയാളുടെ നീസ് എന്നാണ് പറയുന്നത്, ഇയാൾ അങ്കിളായിരിക്കും, നീസ്. ആ നീസിനെ ചെറിയ പെൺകുട്ടി എന്തോ ആണ്, അപ്പോൾ സെക്ഷലി മൊളസ്റ്റ് ചെയ്യാൻ നോക്കി. അത് കാരണം അത് റോങ് ആയിട്ടാണ് ഇയാൾ 2014 അവിടെ വിട്ട് പോകുന്നത്. പിന്നെ ഇയാൾക്ക് കുറ്റബോധം വന്നു. ഇയാൾ പറയുന്നത്, ഞാൻ കുഴിച്ചിട്ട പല ആൾക്കാരുടെ കയ്യിലും കാലുകളുമായിട്ട് പല മാർക്കുകൾ, സ്ട്രാങ്കുലേഷൻ മാർക്ക് കൊണ്ട് ഇങ്ങനെ കഴുത്തിൽ പിടിക്കുമ്പോൾ വെള്ളം വരുന്നില്ലേ, കയറൊക്കെ കെട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കെട്ടിയ വരില്ലേ, അതുപോലത്തെ മാർക്കുകൾ, അബ്യൂസ് മാർക്കുകൾ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഇത് സാധാരണ മരിച്ച ആൾക്കാരല്ല എന്ന് അയാൾക്ക് വ്യക്തമായിട്ട് അറിയാമെന്നാണ് പറയുന്നത്. ദൈവത്തിനെ അയാൾക്ക് പേടിയാണ്, ഫിയർ ഓഫ് ഗോഡ്. ഈ ഗിൽറ്റ് കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കുറ്റബോധം ആണെന്നാണ് പറയുന്നത്. നല്ലൊരു കാര്യം. ജൂലൈ 4-ാം തീയതി ഫസ്റ്റ് FIR കൊടുത്തു. 15 ദിവസം അനങ്ങിയില്ല പോലീസ്. ഇയാൾ പോയി റോഡ് സൈഡ് നിന്ന കഥ ഞാൻ ലാസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇയാൾ റോഡ് സൈഡ് നിന്നു, അരമണിക്കൂറോ 15 മിനിറ്റോ എങ്ങാണ്ട് അയാൾ നിന്നു റോഡ് സൈഡിൽ. ഇയാളിനെ കണ്ടില്ലേ, ഇപ്പോൾ ഭയങ്കര ഒരു തടിച്ച് കൊഴുത്ത പോലെ ഉണ്ട്. ആക്ച്വലി അത് തടിച്ചതല്ല എന്നാണ് പറയുന്നത്, അത് ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ഇട്ടതാണെന്ന്. അതുകൊണ്ടാണ് അയാളിങ്ങനെ ഒരു സെറ്റായിട്ട് തോന്നുന്നത്. ജിമ്മിലൊക്കെ പോയ ആൾ, 50 വയസ്സുണ്ട് ആൾക്ക് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര അയാളിങ്ങനെ തടിച്ച പോലെ തോന്നി. ഞാൻ വിചാരിച്ചത് എന്തത് ആൾ അന്ന് കണ്ട പോലെയല്ലല്ലോ, ഒത്തിരി ഒരു സൈസ് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ്. ആളിനെ സ്വാപ്പ് ചെയ്തോ എന്ന് കുറേ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആളിനെ മാറ്റിയോ, അതായത് ശരിക്കുള്ള ആളിനെ വേറെ സ്ഥലത്ത് ഇരുത്തിയിട്ട് വേറൊരു ഡമ്മീനെയാണോ കൊണ്ടുവന്നിരിക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതല്ല സംഭവം, ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അത്രയും ജീവന് ഡേഞ്ചറസ് ആണ് അയാൾക്ക്. അയാൾ എപ്പോൾ വേണമെങ്കിൽ തട്ടിക്കളയാന്നുള്ള രീതിയിലാണ്. ഒരു കാറ് വന്ന് ഇടിച്ചാൽ പോരെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരം വീണാൽ പോരെ, കഴിഞ്ഞില്ലേ, കേസും കഴിഞ്ഞു, ഇവരൊക്കെ രക്ഷപ്പെടുകയും ചെയ്തു. അയാളുടെ ഒരു അവസ്ഥ. അപ്പോൾ അയാൾ അതാ ചോദിക്കുന്നത്, ഈ പോലീസിനും ഇത് നുണയാണെന്ന് തെളിയിച്ചൂടെ? കാരണം അതാണ് ഇതൊക്കെ ഒരു ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഒരുപാട് കേസുകളിൽ UP റേപ്പ് കേസും മറ്റേ മന്ത്രിമാരുടെ മക്കൾ ഇടപെട്ട കേസുകൾ ഒക്കെ കേട്ടിട്ടും കണ്ടിട്ടുമില്ലേ? ഒരു വിറ്റ്നസ് ശരിയല്ല എന്ന് തെളിയിക്കാൻ ഒരു പണിയുമില്ല. അയാളൊരു കള്ളുകൂടിയനാണ്, അയാൾ കഞ്ചാവ് അടിക്കുന്ന ആളാണ്, അയാൾക്ക് 50 വയസ്സായില്ലേ, അപ്പോൾ ഓർമ്മശക്തി ഇത്തിരി മെൻ്റലാണ് എന്നൊക്കെ പറഞ്ഞ് ഈസി ആയിട്ട് രക്ഷപ്പെടാം. മനസ്സിലായില്ലേ? അതൊന്നും ഇവർക്ക് ചെയ്യാൻ പോലും അറിയില്ല. അങ്ങനത്തെ പോലീസുകാരാണ് അവിടെ ഉള്ളത്. ഒരു വിറ്റ്നസ് 10-15 വിറ്റ്നസ് ഉണ്ടെങ്കിൽ ശരി, ഒരു വിറ്റ്നസ്സിനെ ഒന്ന് നൈസാക്കാനാണോ അറിയാത്തത്? നമ്മൾ എത്ര കേസ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരോടൊരു ഈ വക്കീലിനോട് ധനഞ്ജയനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ പോയല്ലോ, ധർമ്മസ്ഥലയിലുള്ള കോടതിയിലെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയിട്ടാണ് പുള്ളി 1 മണിക്കൂറോ 1.5 മണിക്കൂറോ എന്തോ 1.5 മണിക്കൂർ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതായത് ഞാനിങ്ങനെ കുറ്റം ചെയ്തു, ഇന്ന അവിടെ കുഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നത്, ഇങ്ങനെ ഏത് മജിസ്ട്രേറ്റിൻ്റെ മുന്നിലും ഈ മൊഴി കൊടുക്കുക, അതിപ്പോൾ ബാംഗ്ലൂർ പോയി കൊടുക്കുക, അവിടെ പോയി കൊടുക്കുക, അവിടെ വേണം മംഗലാപുരത്തോ അവിടെ വേണമെങ്കിൽ കൊടുക്കുക, എന്തിനാണ് ധർമ്മസ്ഥലയിൽ തന്നെ പോയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി പറയുന്നത്, എന്താണ് സംഭവം, ആ ഒരു ഹോസ്റ്റിലിറ്റി ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് എത്രത്തോളം ഡേഞ്ചറാണ്
എന്നൊന്ന് അറിയാൻ വേണ്ടി പോയതാണെന്നൊക്കെ. കൊള്ളാലോ വക്കീൽ. അതായത് എന്താണ് പരിപാടി എന്ന് അറിയാൻ, അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി പോയതാണെന്നാണ് പുള്ളി പറയാതെ പറയുന്നത്. പുള്ളി പറയുന്നത് 1.5 മണിക്കൂർ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഇരുന്ന് ക്വസ്റ്റ്യൻ ചെയ്തു ഇയാളിനെ. അപ്പോൾ പോലീസുകാർ വിറക്കായിരുന്നു എന്നാണ് പറയുന്നത്. ലിറ്ററലി ദേ വർ ഷിവറിങ് എന്നാണ് പറയുന്നത്. ധർമ്മസ്ഥല പോലീസുകാർ ഏത് സീന് ഇവർ വിചാരിച്ചില്ല ഈ വക്കീലന്മാർ ഈ വിറ്റ്നസ്സിനും കൊണ്ട് ആ പുലിമടയിൽ കയറി ചെല്ലുന്നു. അതൊന്നും അവർ പേടിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ ഈ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ, ഞാൻ അന്ന് ആ വീഡിയോ പറഞ്ഞ ഫസ്റ്റ് വീഡിയോ പറഞ്ഞത് നമ്മൾ വിറ്റ്നസ് പ്രൊട്ടക്ഷന് FBI വിറ്റ്നസ് പ്രൊട്ടക്റ്റ് ചെയ്യും എന്നൊക്കെ നമ്മൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ വിറ്റ്നസ് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ പുള്ളി പറയുന്നത് ഹീസ് അണ്ടർ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ഇപ്പോഴും. അതായത് പുള്ളിക്ക് പുതിയൊരു ഐഡൻറ്റിറ്റി ഒക്കെ കൊടുത്ത്, പുറത്തൊക്കെ അങ്ങനെയാണ്. അതായത് ഒരാൾ വിറ്റ്നസ് പ്രൊട്ടക്ഷനിലാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ പുതിയൊരു ഐഡൻറ്റിറ്റി ഗവൺമെൻറ് തന്നെ ഉണ്ടാക്കി കൊടുക്കും. പുതിയ ആധാർ കാർഡും പുതിയൊരു പേരും പുതിയൊരു നാളും പുതിയൊരു വീടൊക്കെ എടുത്തു കൊടുത്ത് പുള്ളിക്ക് വേറൊരു ജീവിതം വേറെ ഏതെങ്കിലും ഒരു ഉൾക്കാട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിമോട്ടായിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് ഇരുത്തും. അതാണ് ഈ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ. അതായത് വില്ലന്മാർക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റാത്ത സ്ഥലത്ത് കൊണ്ട് അയാളെ ഇരുത്തുക, ഒളിപ്പിക്കുക ബേസിക്കലി. അപ്പോൾ അത് ഇപ്പോഴും അയാൾ വിറ്റ്നസ് പ്രൊട്ടക്ഷനിലാണെന്നാണ് വക്കീൽ പറയുന്നത്. പിന്നെ ഇയാൾ പറയുന്ന വക്കീൽ പറയുന്ന വേറൊരു ലോജിക്കലായിട്ട് എനിക്കും തോന്നിയൊരു കാര്യമാണ്. ഈ നമ്മുടെ ഈ വർക്കർ 2014 ധർമ്മസ്ഥല വിട്ട് പോയ ആളാണ്. ഇപ്പോൾ ഒരു 10-11 കൊല്ലമായില്ലേ അല്ലേ? അതായത് നിങ്ങളിപ്പോൾ നമ്മൾ വല്ല ഒരു സ്ഥലത്ത് പോവുകയാണ്, ഒരു കൊല്ലം കഴിഞ്ഞു. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ മാറ്റങ്ങളുണ്ടാവും. ഇപ്പോൾ ബിൽഡിങ് കെട്ടലും മറ്റേതൊന്നും ഇല്ലെങ്കിലും അവിടെ എന്തെങ്കിലുമൊക്കെ കുറേ മാറ്റം ഉണ്ടാവില്ലേ? 10 കൊല്ലമൊക്കെ ഒരു സ്ഥലത്ത് ഒരേപോലെ ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഇയാൾ പറയുന്നത് 99.9% ഫെയിലിയറിന് ചാൻസ് ഉണ്ട്. അതായത് ഈ കുഴിച്ച് എടുത്തിട്ട് ഒന്നും കിട്ടാണ്ടാവും, അതിനും ചാൻസ് ഉണ്ട്. നിങ്ങൾ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല. ഈ നേത്രാവതി നദി എന്ന് പറയുന്നത് ഭയങ്കര ഈ ഫ്ലഡ് വരുന്ന ഏരിയ ആണ്. അതായത് ഇങ്ങനെ വെള്ളം അടിച്ച് കയറുന്ന ഏരിയ ആണ്. അപ്പോൾ ഈ വെള്ളം വരുമ്പോൾ പുതിയ മണ്ണ് അതിന് ലെയറായിട്ട് വരും. പിന്നെ എന്താ പറയുക, ഈ പല കാര്യങ്ങളും ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പം നമുക്കറിയില്ല. ഇപ്പോൾ ഞാനൊക്കെ ഈ ഓരോ കൊച്ചിയിലും മറ്റവിടെ ടൗണിലൊക്കെ പോകുമ്പോൾ കോയമ്പത്തൂർ അവിടെയൊക്കെ പോകുമ്പോൾ ഒരു സമയത്ത് പോകുമ്പോൾ ഒരു ഒന്നും ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ അവിടെ ബിൽഡിങ്ങും മറ്റേത് പണ്ടാരമൊക്കെ വന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ ഇത്ര പെട്ടെന്ന് ഇവരിങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ നമുക്ക് തോന്നില്ലേ? സെയിം കോൺസെപ്റ്റ് തന്നെ. അവിടെ കാടാണെന്നേ ഉള്ളൂ, ഇവിടെ ബിൽഡിങ് വരും, അവിടെ ഇങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് ആ മണ്ണ് ഒലിച്ചു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അപ്പോൾ എന്താണ്, ഫെയിലിയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ പുള്ളി ഭയങ്കര കോൺഫിഡൻ്റ് ആണെന്നും പറയുന്നുണ്ട്. ഈ വിറ്റ്നസ് അതൊന്നും പ്രശ്നമല്ല, ഞാൻ കാണിച്ചു തരാം. കാരണം എനിക്ക് തോന്നുന്നൊരു കാര്യം അത്രയും ഉണ്ടാവും. ഇവരിപ്പോൾ ഇവർക്കിപ്പോൾ എല്ല് മാറ്റാൻ വലിയ പണിയൊന്നുമില്ല. ഇപ്പം അല്ല കേട്ടോ, പണ്ട് ഇവർ എല്ല് മാറ്റേണ്ട ആവശ്യം ആക്ച്വലി ഇല്ല. ഇതൊക്കെ അവരുടെ സ്ഥലം തന്നെയല്ലേ. അവരാ ഒരു കോൺഫിഡൻസിലല്ലേ ഇരിക്കുന്നത്. ആരെങ്കിലും വിചാരിക്കുമോ 11 കൊല്ലം കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാ യൂട്യൂബേഴ്സും ന്യൂസ് ചാനലും എല്ലാവരും കൂടി ഇവരിനിങ്ങനെ പെടുത്തുന്നൊന്നും അവർ വിചാരിച്ച് കാണില്ല. കാരണം ആ ഒരു കോൺഫിഡൻസിലല്ല അവരിയ്ക്കുന്നത്. ഇപ്പോഴും എന്താ അവർക്ക് കോൺഫിഡൻസിന് കുറവ്, ഞങ്ങളിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കോൺഫിഡൻറ്റ് തന്നെയല്ലേ അവരിയ്ക്കുന്നത്. അപ്പം അങ്ങനെ ഈ എല്ലുകളെ മാറ്റാൻ വഴിയില്ല. ഈ നാച്ചുറൽ കോസസ് കൊണ്ട് ഈ എല്ലുകൾ കുറച്ച് അപ്പുറത്തോ ഇപ്പോൾ ഇയാൾ ഇവിടെയാണെന്ന് പറയും, ചിലപ്പോൾ അത് അപ്പുറത്ത് ഇവിടെ ആയിരിക്കും, കുറച്ച് അപ്പുറത്തായിരിക്കും. കാരണം അവിടെ വല്ല മരമോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവും. 10 കൊല്ലം ആയില്ലേ, എന്തൊക്കെ മാറ്റങ്ങൾ വരാം. വലിയ മരം തന്നെ വളർന്ന് ഉണ്ടാവാനുള്ള സമയമില്ലേ. അപ്പോൾ അതാണ്. അപ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്നൊക്കെ ഇവർക്കും അറിയാം. പക്ഷെ പുള്ളി ഭയങ്കര കോൺഫിഡൻ്റ് ആണെന്നാണ് വക്കീൽ പറയുന്നത്. അതാണ് ആ ഒരു കാര്യം. വക്കീലിൻ്റെ ഇൻ്റർവ്യൂവിൽ സംഭവം അതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ കഴിഞ്ഞു. ഇങ്ങനെ കുറേ സംഭവങ്ങളോ കുറേ ആൾക്കാർ പറയാൻ തുടങ്ങി. കുറേ യൂട്യൂബേഴ്സും കുറേ ന്യൂസ് ചാനൽസ് ആരൊക്കെ ഈ ന്യൂസ് കൊടുത്തിട്ടുണ്ടോ അവരിനൊക്കെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് കാരണം
ഇപ്പം നമുക്കിപ്പോൾ എന്താണ് ഇപ്പോൾ ഒരു വീഡിയോ റിമൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഈ വീഡിയോ റിമൂവ് ചെയ്തിട്ട് അപ്പുറത്തെ ചാനൽ ഇട്ടിട്ട് ഇടാം. പക്ഷെ അവരൊന്നും അങ്ങനെയല്ലല്ലോ. അവരൊക്കെ ഈ കോർപ്പറേറ്റ് സ്ട്രക്ചറുള്ള ആൾക്കാരല്ലേ. അവരുടെ ബോർഡ് മെമ്പറിൽ ഇവരിൻ്റെ ആൾക്കാരുണ്ടാവും, ഈ ജെയിൻ ഫാമിലിയിലുള്ള ആളുണ്ടാവും, അങ്ങനെ പല സംഭവങ്ങളുണ്ടാവുമല്ലോ. എന്നിട്ടും അവർ ആ ഒരു പ്രശ്നം ഇത്രയും ഒരു ഇതിൽ നിന്നിട്ടും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം. എനിക്ക് ഈ മെയിൻ സ്ട്രീം മീഡിയനെ എനിക്ക് വലിയ വിലയൊന്നും ഇല്ല, പക്ഷെ എന്നാലും ഈ ഒരു കാര്യത്തിൽ ഇത്രയെങ്കിലും ചെയ്തല്ലോ എന്നുള്ളൊരു സംഭവമുണ്ട്. ഇപ്പം എല്ലാവരും ഇപ്പം പിന്നെ കിട്ടിയല്ലോ, ബോഡി കിട്ടിയപ്പോൾ പിന്നെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. കാരണം അതൊക്കെയാണ് ഒരു കളി. കാരണം അവർക്ക് അറിയാം ഇത് പിന്നെ ഈ വക്കീലിനെ പോലെ തന്നെ ഇത് 99.9% ഇത് ഫെയിലർ ആവുമെന്ന് വിചാരിച്ചിരുന്നിട്ടായിരിക്കും കുറേ പേര്. ഇപ്പോൾ ബോഡി കിട്ടിയപ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇൻഡിപെൻഡൻറ്റ് മീഡിയ പൊളിച്ച് കൈ കൊടുത്തു എല്ലാവരുടെയും. ശരിക്കുള്ള ഒരു പ്രഷർ, ഇതൊക്കെയാണ് പ്രഷർ, ഈ ജേർണലിസ്റ്റുകാർ ഇടുന്ന പ്രഷർ, മീഡിയ പ്രഷർ എന്ന് പറയില്ലേ, ഇതാണ് ബേസിക്കലി. ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റാതെയായി, മനസ്സിലായി? അങ്ങനെ ഒരു പൊസിഷനിൽ കൊണ്ട് അവന് ഇട്ടു. അതായത് ഇവർ ഈ SIT എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നാണല്ലോ അതിൻ്റെ പേര്. അപ്പോൾ ആ ഒരു SITനെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഇവരെന്തോ ഒളിക്കുന്നുണ്ട് എന്ന് വരുത്തി. അങ്ങനെ വരുത്തിയാലേ ഇവർ എന്തെങ്കിലും ചെയ്യുള്ളൂ. അങ്ങനെ ജൂലൈ 19 അവർ അനൗൺസ് ചെയ്തു, സിദ്ധരാമയ്യ ആണെന്നാണ് തോന്നുന്നത് ചീഫ് മിനിസ്റ്റർ, അവർ അനൗൺസ് ചെയ്തു, SIT അനൗൺസ് ചെയ്തു. ഇവർ ആദ്യം മുതൽ തന്നെ ഒരു പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിറ്റ്നസ് പറഞ്ഞു എന്നോ വക്കീൽ പറഞ്ഞു എന്നോ അത് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. ഈ പ്രണബ് മൊഹന്തി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ, എന്തോ അവിടുത്തെ ഈ ഭയങ്കര ഈ കുറേ കേസ് അന്വേഷിച്ച ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറോ അങ്ങനെ എന്തോ ആണ് പുള്ളി. അവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര കാര്യമാണ്, നമുക്ക് ഇവരൊന്നും അറിയില്ലല്ലോ. അപ്പോൾ പുള്ളി അടിപൊളിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇവരും ഈ വക്കീലും വിറ്റ്നസ്സും ആവശ്യപ്പെട്ടു ഇയാളെ ഹെഡാക്കണം, SITയിൽ ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഹെഡാക്കണമെന്ന് അവരും പറഞ്ഞു എന്നൊക്കെ ഞാൻ അവിടെ വായിച്ച പോലെ എനിക്കൊരു ഓർമ്മയുണ്ട്. അപ്പോൾ പ്രണബ് മൊഹന്തിനെ അങ്ങോട്ട് അപ്പോയിൻ്റ് ചെയ്തു, പുള്ളി തന്നെയാണ് ഹെഡ്. അതിൽ ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഡെപ്യൂട്ടി IG ഉണ്ട്, അനുച്ഛേദ് എന്നാണ് പുള്ളിയുടെ പേര്. IPSകാരുണ്ട്, ജിതേന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള വേറെ 2 IPSകാരുണ്ട്, 20 പോലീസുകാരുണ്ട്, ഇൻസ്പെക്ടറും SIയും ഹെഡ് കോൺസ്റ്റബിളും എല്ലാവരും കൂടി ആയിട്ട് 20 പേരുണ്ട്. അത്രയും ആണ് ഈ ഒരു SIT ഇതിലുള്ളത്, ഇൻവെസ്റ്റിഗേഷനിലുള്ളത്. SITക്കാരുടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് കൂടെ കൊടുക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെന്നോ ആരെങ്കിലും മിസ്സിങ് ആയെന്നോ അങ്ങനെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അത് ഇങ്ങനെ എല്ലാം ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ ഇത്രയും ഉണ്ടായി. അതായത് ഈ മിസ്സിങ് കേസസ് ഉണ്ടല്ലോ, ഇപ്പോൾ അനന്യ ഭട്ടിൻ്റെ അമ്മ വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ സൗജന്യ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീയുടെ ആ പെൺകുട്ടിയുടെ അമ്മ, അവരുണ്ട്, ജീവനോടെയുണ്ട്, അവരും കേസിന് പോയിട്ടുണ്ട്. പിന്നെ ഈ വേദവള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡ് മിസ്ട്രസിൻ്റെ ഒരു കേസ് അന്ന് പറഞ്ഞില്ലേ, 1979 നടന്നത്, അതും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കേസുണ്ട്. പക്ഷേ ആൾക്കാർ പറയുന്നത് ഇനിയും കുറേ പേര് അവിടെ മിസ്സിങ് ആണ്. അപ്പോൾ അതിന് ആർക്കെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ ഇതിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ബന്ധുക്കാരോ ആരെങ്കിലും ഇങ്ങനെ ഈ ധർമ്മസ്ഥലയിൽ പോയിട്ട് കാണാതായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് പറയുന്നുണ്ട്. ഈ കേരളയിലൊരു എന്താണ് ആക്ഷൻ ബോഡിയോ അങ്ങനെ എന്തോ പറയില്ല നമ്മൾ, ഈ ആക്ഷൻ കൗൺസിലോ അങ്ങനെ എന്തോ ഒരു പരിപാടി, അങ്ങനെ എന്തോ ഒരു ആൾക്കാരിൻ്റെ ഒരു പ്രസ് മീറ്റൊക്കെ ഉണ്ടായിരുന്നു. അതിലവർ പറയുന്നുണ്ട് ഇങ്ങനെ താമരശ്ശേരിയിൽ ഏതോ ഒരു ആൾ ഉണ്ട്, അവരിങ്ങനെ മിസ്സിങ് ആണ് ഇവിടെ പോയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ ഇനിയും ഉണ്ടെന്നാണ് പറയുന്നത്, നമുക്കറിയില്ല, ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ SITനെ വേണമെങ്കിൽ നേരിട്ട് ബന്ധപ്പെട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരൊരു ഹെൽപ്പ് ലൈൻ പോലത്തെ നമ്പറൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതായത് ഇത് കുറച്ച് ആൾക്കാർ 1-2 പെൺകുട്ടികളുടെ മാത്രമല്ല, ഇത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അവിടെ പോയി മിസ്സിങ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഓരോന്നായിട്ട് പുറത്ത് വരുന്നുണ്ട്. കുറേ പേർക്ക് പേടിയാണ്, അങ്ങനെയും പറയുന്നുണ്ട് ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ആൾ. അപ്പോൾ ഇതാണ് സംഭവം. ഈ പ്രണബ് മൊഹന്തിൻ്റെ വേറൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ,
ഇയാളെ എപ്പോൾ വേണമെങ്കിലും മാറ്റാം. അത് വേറൊരു സംഭവം. അതായത് ഇയാളെ വേണം വെച്ചാൽ ഇട്ടത്. പക്ഷെ ഇയാൾക്ക് എന്ത് വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഡെപ്യൂട്ടേഷൻ ലിസ്റ്റിലുണ്ട് പുള്ളി. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ് ഡ്യൂട്ടിക്ക് ഇയാളെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ അതിന് ഇയാൾ പോയി കഴിഞ്ഞ് പിന്നെ ഇയാളെ മാറ്റുകയും ചെയ്യും. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇപ്പോൾ നാളെ ഇയാൾ മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് അങ്ങനെ ഒഴിവാക്കി നല്ല അർത്ഥം, ഇയാൾക്ക് ഇത് നേരത്തെ വന്ന് കിടക്കുക അങ്ങനെയും പറയുന്നുണ്ട് കേട്ടോ. ഈ ലിസ്റ്റ് ഈ ഒരു SIT ഉണ്ടാക്കുന്ന മുന്നേ വന്ന് കിടന്ന ഒരു ലിസ്റ്റാണെന്നും പറയുന്നുണ്ട്. ടൈമിംഗ് ആണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഈ ടൈമിംഗ് നോക്കണം. ഒരുപാട് പേർക്ക് ഈ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് ഇയാളെ മാറ്റണമെങ്കിൽ എന്തോ കളിയുണ്ട്. അതിന് മുന്നേ ഇടയ്ക്കൊക്കെ മാറ്റുകയാണെങ്കിൽ പേടിക്കൊന്നും വേണ്ട. അത് എന്തോ ഒരു സംഭവം വന്ന് കിടക്കണമുണ്ടാണ് അതും പറയുന്നുണ്ട്. ചീഫ് മിനിസ്റ്റർ പറഞ്ഞു അങ്ങനെ ഒരു ഇതുമില്ല, ഇപ്പോൾ തൽക്കാലം ഒന്നുമില്ല, ഇപ്പോൾ കേസ് അന്വേഷണം നടക്കട്ടെ എന്നാണ് പറയുന്നത്. അതൊരു പോയിൻ്റാണെന്ന് ആലോചിച്ച് വെച്ചോ. അപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 27-ാം തീയതി ഈ ഇങ്ങോട്ട് വന്നു, ഈ ധർമ്മസ്ഥലയ്ക്ക് വന്നു, വിറ്റ്നസ്സിനെ ക്വസ്റ്റ്യൻ ചെയ്തു. 5 മണിക്കൂർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഈ 13 ഇയാൾ കുറേ സ്ഥലം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാണ് അന്ന് സംഭവിച്ചത്. 28-ാം തീയതിയാണ് ഒരു ഫസ്റ്റ് ഡേ. ഇവർ കുഴിക്കാനൊന്നുമല്ല, എല്ലാം ഇയാൾ കുറേ സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇന്ന സ്ഥലത്ത് കുഴിച്ചിട്ടു എന്നൊരു 13 എണ്ണത്തിൻ്റെ കണക്ക് പറയുന്നുണ്ട്. 13 സ്ഥലങ്ങളാണ് ഈ പുള്ളി ഇവർ KSITക്കാർക്ക് കാണിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് 13 സ്ഥലങ്ങളെ ഉള്ളൂ എന്നല്ല. ആദ്യം എല്ലാം കൂടി ഇപ്പോൾ ആദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യം 13 സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 28-ാം തീയതി ജൂലൈ അന്നാണ് ഫസ്റ്റ് ഡേ. അന്ന് ഇവർ നേരെ പോയത് നേത്രാവതി സ്നാനഘട്ട എന്ന് പറഞ്ഞിട്ട് ഈ അമ്പലത്തിലെ ആൾക്കാർ കുളിക്കുന്ന ഒരു സ്ഥലമില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. ബാത്തിങ് ഘാട്ട് എന്നൊക്കെയാണ് നമ്മുടെ ഹിന്ദിക്കാർ പറയുന്നത്. സ്നാനഘട്ട എന്ന് കന്നഡയിൽ പറയുന്ന ഒരു സ്ഥലം, കുളിക്കടവ് അത്രേ ഉള്ളൂ, നേത്രാവതി പുഴൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ അവർ പോയി. അവിടെ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ കുളിക്കടവ് ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെയും ആ കുളിക്കടവും അതിൻ്റെ ചുറ്റും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് ഡേ ഈ ഇവരെല്ലാവരും കൂടി പോയില്ലേ, ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോയപ്പോൾ അന്ന് കുഴിക്കുക പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അന്ന് ജസ്റ്റ് എല്ലാം കണ്ട് ഇയാളിനെയും കൊണ്ട് നമ്മുടെ വർക്കറിനെയും കൊണ്ട് വിറ്റ്നസ്സിനെയും കൊണ്ട് ഇവരിങ്ങനെ കുറേ സ്ഥലത്തൊക്കെ പോയി സംഭവങ്ങളൊക്കെ നോക്കി. 13 സ്ഥലമൊക്കെ ഒന്ന് മാർക്ക് ചെയ്തു. അതിലൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സ്ഹ്യൂമേഷൻ, അതായത് കുഴിക്കാൻ തുടങ്ങണമെങ്കിൽ റവന്യൂവിൻ്റെ, മജിസ്ട്രേറ്റിൻ്റെ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിലാണ് മുഴുവൻ പരിപാടികൾ. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു പ്രത്യേക ഒരു സ്ഥലമാണ്. ചതുപ്പും കാടും ഭയങ്കര മഴയും, ഇത് ഫുള്ളും മഴയാണ് ഇപ്പോൾ അവിടെ. നമ്മുടെ നാട്ടിലിപ്പോൾ കുറച്ച് മഴ കുറവില്ലേ, അവിടെ ഫുള്ള് മഴയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താണ് എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവരാദ്യം തന്നെ ഒരു കാര്യം പറയുന്നത്, ഈ അനന്യ ഭട്ടിൻ്റെ കേസോ അല്ലെങ്കിൽ സൗജന്യൻ്റെ കേസോ അല്ല ഇവർ ആക്ച്വലി ഇപ്പോൾ നോക്കുന്നത്. അത് ഒരു ക്ലാരിഫിക്കേഷൻ അവർ ആദ്യം തന്നെ വരുത്തി. ആദ്യം തന്നെ കുറേ മീഡിയക്കാരും ഇഷ്ടംപോലെ നാട്ടുകാരൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സംഭവം ഈ സ്നാനഘട്ടയിൽ ഇവർ പോയപ്പോൾ കുറേ പോലീസിൻ്റെയൊക്കെ കൂടെയാണ് പോയിരിക്കുന്നത്. ഇവന്മാരൊക്കെ എന്ത് പോലീസാണോ എന്തോ. എനിക്ക് തോന്നുന്നു SITയിലുള്ള 20 പേര് ഉണ്ടല്ലോ, ചിലപ്പോൾ അവർ തന്നെ ആയിരിക്കണം. ഇപ്പോൾ സംഭവം പറയുന്നത് ഈ കേസുകളൊന്നും അല്ല, ഈ വിറ്റ്നസ് ഉള്ളതാണോ അല്ല ഇയാൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, ഈ അസ്ഥികൂടങ്ങളും മറ്റ് സ്കെൽട്ടൻസൊക്കെ ഇയാൾ പറയുന്ന പോലെ കിട്ടുമോ എന്ന് നോക്കൽ മാത്രമാണ് ഇവരുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. അപ്പോൾ അതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അവർ ക്ലാരിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. ഇനി ആ ദിവസം കഴിഞ്ഞു, പരിപാടികളൊന്നുമില്ല, നിർത്തി. ഇനി 29-ാം തീയതി ജൂലൈ സെക്കൻഡ് ഡേ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ 1, 2 അങ്ങനെയുള്ള ആദ്യത്തെ നമ്പേഴ്സ് വരുന്നതിൽ സ്റ്റാർട്ട് ചെയ്തു കുഴിക്കാൻ. ഇവർ സ്റ്റാർട്ട് ചെയ്തത് 1 മാത്രമാണ് അന്ന് സ്റ്റാർട്ട് ചെയ്തത്, കുഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഇവരാദ്യം കുറച്ച് വർക്കേഴ്സിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, പണിക്കാർ. അവരെ കൊണ്ടാണ് 10 ലേബേഴ്സ് പോയിട്ടുണ്ടായിരുന്നു. അവർ മറ്റേ കൈക്കോട്ടൊക്കെ എടുത്ത് കുഴിക്കാനാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെയാണ് നമ്മുടെ JCB പോലത്തെ മിനി JCB, ചെറിയ JCB ഇല്ല, അത് പിന്നെയാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഡേ ഇവർക്ക് എന്ത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒന്നും കിട്ടിയില്ല, സ്കെൽട്ടൻ കിട്ടിയില്ല. പക്ഷേ ഒരു റെഡ് കളർ ബ്ലൗസും ഒരു ATM കാർഡും ഒരു പാൻ കാർഡും കിട്ടി. അതൊരു സ്ത്രീൻ്റെ ആണെന്നും ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീൻ്റെ ആണെന്നും ആൾക്കാർ പറയുന്നുണ്ട്. അൺകൺഫേംഡ് ആണ്. അത് ആൾക്കാർ കണക്ട് ചെയ്യുന്നത് ഈ ലക്ഷ്മി എന്ന് പേരുള്ള വേറെ, കാരണം SIT പറയുന്നത് അങ്ങനെ ഒരു കണക്ഷനോ ഒന്നും അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ആൾക്കാർ കുറേ റിപ്പോർട്ട്സും ന്യൂസ് മീഡിയയിലൊക്കെ പറയുന്നത് ഈ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ഗംഗോത്രി ഒരു ലോഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു ലോഡ്ജിൽ നിന്ന് ഒരു ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ ആത്മഹത്യ എന്തോ ചെയ്തിട്ടുണ്ട്. അവരുടെ ആയിരിക്കാം എന്നും പറയുന്നുണ്ട്. അൺകൺഫേംഡ് ആണ്, നമുക്കും അങ്ങനെ തന്നെ പറയാം, കൺഫേംഡ് അല്ല. അസിസ്റ്റൻറ്റ് കമ്മീഷണർ സ്റ്റെല്ല വർഗീസ് എന്ന് പറഞ്ഞിട്ടുള്ള അവരാണ് സൈൻ ചെയ്ത് പെർമിഷൻ, ഈ കുഴിച്ച് നോക്കാനുള്ള പെർമിഷനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് 2.5 മണിക്കൂർ കുഴിച്ചിട്ടുണ്ട് ഫസ്റ്റ് ദിവസം. കുഴിച്ച് അതായത് മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നേത്രാവതി നദീൻ്റെ തൊട്ടപ്പുറത്തൊക്കെയാണ് ഈ സ്ഥലങ്ങൾ. അറിയാലോ, കുഴിക്കും തോറും വെള്ളം വന്ന് അതിൻ്റെ ഉള്ളിലേക്ക് വീഴുകയാണെന്നാണ് പറയുന്നത്. അവിടെ സാക്ഷികളൊക്കെ ഉണ്ട്, കാരണം അത് ഭയങ്കര അടുത്താണ്. അതായത് നമുക്ക് ആ വീഡിയോ ഒക്കെ ഫുട്ടേജൊക്കെ എടുത്ത് നോക്കാം. അത് ഇവിടെ കുഴിക്കണു, ഇത് തൊട്ടപ്പുറത്തെ നാട്ടുകാർ നിൽക്കണു, ക്യാമറ നിൽക്കണു, മീഡിയക്കാർ നിൽക്കണു, അപ്പോൾ ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം ഭയങ്കര പ്രശ്നം തന്നെ ആയിരുന്നു, കുഴിക്കൊന്നും കിട്ടുന്നില്ല, അങ്ങനെ പ്രശ്നമൊക്കെ ആയിട്ടാണ് JCBനെ വിളിച്ചത്. ഈ 2018 അവിടെ ഒരു ഫ്ലഡ് വന്നിട്ടുണ്ട്, വലിയൊരു ഫ്ലഡ്. ചെറിയ ഇങ്ങനെ മണ്ണടിയിലുണ്ട്, അതിൻ്റെ കൂടെ തന്നെ 2018 വലിയൊരു ഫ്ലഡ് വന്നിട്ടുണ്ട് എന്നും ആൾക്കാർ പറയുന്നുണ്ട്, നാട്ടുകാർ. ഒന്നും കിട്ടിയില്ല. ഫസ്റ്റ് ഡേ കുഴിക്കണതിൻ്റെ സെക്കൻഡ് ഡേ മൊത്തത്തിൽ. ഇനി 3ാമത്തെ ദിവസമാണ് ഇവർ 2, 3, 4, 5 13 5 വരെ ഇന്നാണ് നോക്കിയത്. ഈ 3-ാം തീയതി 3ാമത്തെ ദിവസം 2-3 അടിയൊക്കെയാണ് കുഴിക്കുന്നത്. അതായത് ഇയാൾ പറയുന്ന അനുസരിച്ചിട്ടാണ് കുഴിക്കുന്നത് കേട്ടോ. ഇയാൾ ആഴത്തിൽ കുഴിക്കാൻ പറഞ്ഞാൽ കുഴിക്കണമുണ്ട്, എല്ലാം ഇയാൾ പറയുന്ന പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. എന്താണ് സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 3ാമത്തെ ദിവസം ചെറിയൊരു നറേഷൻ ചേഞ്ച് നമ്മൾ ചില മീഡിയയിലും ചില ആൾക്കാരുടെ ഇടയിലും ഒരു 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 നറേഷൻ ചേഞ്ച് വന്നു. അത് ഇത്ര കാലം എല്ലാവരും ഇതെന്താ അത് 400 പേരെ കൊന്നു, ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്ന ആൾക്കാർ ഇയാൾ നുണ പറയുകയായിരിക്കുമോ എന്ന് വരെ പറയാൻ തുടങ്ങി. 3 ദിവസമായിട്ടുള്ളൂ. അവിടെ ആണെങ്കിൽ ഹെവി റെയിനാണ്. ഈ 3ാമത്തെ ദിവസം അവർ പോണതൊക്കെ കാണണം. എല്ലാവരും ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. കാരണം വഴുക്കലും ആ ഒരു ഫോറസ്റ്റ് ഏരിയയുടെ ഉള്ളിൽ അകത്തേക്ക് പോകാൻ തുടങ്ങി. അത് സ്നാനഘട്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങി. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. അവിടെ ഭയങ്കര അട്ടയും പാമ്പും ഒക്കെയാണെന്നാണ് ഇവർ സാക്ഷികളൊക്കെ പറയുന്നത്. അവിടുത്തെ നാട്ടുകാർ, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാരൊക്കെ പറയുന്നത്. നറേറ്റീവ് ചേഞ്ച് വരാൻ തുടങ്ങി. കന്നഡ ചാനലുകളും ബാക്കിയുള്ള ആൾക്കാർ ഇതാണ് ഈ മെയിൻ സ്ട്രീമിൻ്റെ കുഴപ്പം. നമ്മൾ മെയിൻ സ്ട്രീമാർ അടിപൊളിയാണ്, അവർ സൂപ്പറാണ് എന്നൊക്കെ ഞാൻ തന്നെയാണ് കുറച്ച് മുന്നേ പറഞ്ഞത്. എന്തായി, എന്നെക്കൊണ്ട് തന്നെ ഇപ്പോൾ മാറ്റി പറയിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലല്ലേ അവർ ഇരിക്കുന്നത്. കാരണം അതങ്ങനെയാണ്, എന്തോ മനസ്സിലായില്ലേ, അതങ്ങനെയാണ്. അവരുടെ ഒരു ഇതെപ്പോഴും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടേ പോകുള്ളൂ. പൈസ അപ്പോൾ വന്നിട്ടുണ്ടാവില്ല, ഇപ്പം പൈസ വന്നു, അപ്പോൾ ചെറിയൊരു കുറ്റം പറയാൻ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നൈസിലൊരു കുറ്റം. തുടങ്ങിയിട്ടില്ല, 3ാമത്തെ ദിവസമാണ്, അപ്പോഴാണ് വരുന്നത്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അശോക് എന്ന് പറഞ്ഞിട്ട് ഒരു BJPൻ്റെ ഒരു നേതാവ്, കേരളക്കാരും ഇയാൾ മുസ്ലിമാണെന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ഓപ്പോസിഷൻ ലീഡറാണ് കർണാടകയിൽ. പുള്ളിയൊക്കെ പറഞ്ഞത് ആ ഒരു ദിവസമാണ്. അതേപോലെ പ്രമോദ് മുത്തലിക് എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയ ഹിന്ദുസേന ഏതോ ഒരു സംഘടനയുണ്ട്. അപ്പോൾ അവരുടെ പറഞ്ഞു എന്തിനാണ്, അയാൾ പറഞ്ഞു, പ്രമോദ് മുത്തലിക് പറഞ്ഞു എന്തിനാണ് SIT ഈ ഗവൺമെൻറ് ഇവരെ ഈ ഒരു കുടുംബത്തിനെ അറ്റാക്ക് ചെയ്യാണ്, ഈ അമ്പലത്തിനെ അറ്റാക്ക് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇറക്കി. അതൊക്കെയാണ് ആ ഒരു നറേഷൻ ചേഞ്ചിൻ്റെ കൂടെ തന്നെ കുറേ പൊളിറ്റിക്കൽ ആൾക്കാരും കൂടെ അതിൻ്റെ കൂടെ പോയപ്പോൾ അതൊരു അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ മോഹം, ഇനിയിപ്പോൾ അതിപ്പോൾ വെറുതെ ഇരിക്കുമോ എന്തൊരു തോന്നലുണ്ടാക്കിയില്ലേ, തന്നെയാണ് അവർക്കും വേണ്ടത്. ഇനിയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഞാൻ കുറേ ചിരിച്ചു ഈ വീഡിയോ കണ്ടിട്ട്. ഇതൊരു ന്യൂസ് മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ 2 പൂജയും
വേറെ പെൺകുട്ടീൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അവർ അവിടെ തന്നെയാണ്, ധർമ്മസ്ഥലയിൽ തന്നെയാണ് അവർ കിഡിലൻ റിപ്പോർട്ടിങ്. അവർ ഒരു ചങ്ങായി അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ് എന്നാണ് പറയുന്നത്. പുള്ളി എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? അതായത് പുള്ളി മറ്റേ വെറുതെ ഇരുന്ന് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം ഞാൻ ഇരുന്ന് പറയണ പോലെ ഇങ്ങനെ ഇരുന്ന് പറയാനാണെങ്കിൽ ഓക്കെ. രണ്ട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ പുള്ളിക്ക് എന്നെ ഞാൻ അങ്ങനെയായി പുള്ളി. അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അതായത് ഇപ്പം ഞാൻ എൻ്റെ എന്തൊക്കെയാണ് സംഭവിച്ചത് പറഞ്ഞുതരാം. അതായത് ആളാരാന്നറിയില്ല. ഓക്കെ, പുള്ളിയുടെ ആദ്യത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വിറ്റ്നസ് ആരാണ്? എനിക്കിവിടുത്തെ എല്ലാ ആൾക്കാരിനും അറിയാം. ശ്രീനിവാസ റാവു എന്നാണ് ഈ വൈസ് പ്രസിഡൻ്റിൻ്റെ പേര് കിട്ടുക. ഈ പ്രസിഡൻ്റ് എവിടെയാണോ പഞ്ചായത്ത് പ്രസിഡൻ്റ് അറിയില്ല. വൈസ് പ്രസിഡൻ്റാണ് പുള്ളിയാണ്. അന്ന് ഞാൻ ഈ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്രസ് മീറ്റ് വിളിച്ചു എന്ന്. അതും ഇയാളാണ് അന്ന് പറഞ്ഞത് ഇവിടെ കുറേ ആൾക്കാർ ആത്മഹത്യ ചെയ്യാൻ മരിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്, ചാവിലിൻ്റെ ബോഡി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ, അതേ ആളാണിട്ടത്. അപ്പോൾ പുള്ളി പറഞ്ഞാൽ ആരാണ് വിറ്റ്നസ് എന്ന് അറിയില്ല. ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നോ, ഇയാൾ എങ്ങനത്തെ ആളാണ്, ഇയാൾ എന്തൊക്കെ ചെയ്തു എന്ന് നമുക്കറിയാമല്ലോ. ഇതാരാണ് അറിയാത്തതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് അങ്ങോട്ട് മുഴുവൻ സത്യമാണോ ഈ അസത്യം ഇതൊക്കെ ഇല്ലാത്തതാണോ എന്ന് മനസ്സിലാവുന്നില്ല എന്നാണ് പുള്ളിയുടെ ഒരു വാദം. അതുപോലെ പുള്ളി ഒരു കാര്യം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ഏറ്റവും കോമഡി. 2006 മുന്നേ വരെ ശ്മശാനം എന്ന് പറയില്ല, അതില്ല അവിടെ ധർമ്മസ്ഥലയിൽ. അപ്പം പുള്ളി പറയുന്നത് 2006 മുന്നേ ആരൊക്കെ മരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരൊക്കെ ഇതേപോലെ ഇവിടെ വന്നിങ്ങനെ മരിക്കുകയോ ഇവിടുത്തെ എന്തെങ്കിലും ഒരു ബോഡി കിട്ടിയാലോ ഇവരെന്ത് ചെയ്യും അത്രേ? അതാ ചോദിക്കോ, പോലീസിനും കൂടെ കയറ്റി പോലീസ് പോലീസിനോട് ഇവർ പറയത്രേ, ഇങ്ങനെ പഞ്ചായത്തുകാരാണല്ലോ അവർ. അപ്പോൾ വിളിച്ചു പറയും, പോലീസ് ഇതവിടെ ഒരു ബോഡി എവിടെ നിന്നോ വന്നിട്ടുണ്ട്, ആകാശത്ത് നിന്ന് ഒരു ബോഡി വന്ന് ഇവിടെ കിടക്കുന്നുണ്ട്, ഇതിനെന്താ ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ പോലീസ് പറയത്രേ ആ കാട്ടിൻ്റെ ഉള്ളിൽ എവിടെയോ കൊണ്ട് കുഴിച്ചിടാൻ പറയത്രേ. അപ്പോൾ ഇവർ ഇൻ്റർവ്യൂ ചോദിച്ചു, ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലോ, ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് ഒരാൾക്ക് വെറുതെ കടക്കാനേ പറ്റില്ല, അതിനും പെർമിഷൻ വേണം. ആ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങളുടെ അടുത്ത് ബോഡി കുഴിച്ചിടാൻ വേണ്ടിയിട്ട് പോലീസ് പറഞ്ഞോ? അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? അല്ല, അങ്ങനെയല്ല, ഞാനന്നില്ലല്ലോ പഞ്ചായത്തിൽ, എനിക്കിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. പണ്ട് ഇവിടെ ശ്മശാനം ഇല്ലാത്തതുകൊണ്ടും ഒരു കുഴിച്ചിടാൻ ഒരു സ്ഥലം ഇല്ലാത്തതുകൊണ്ടും ഞാനിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇവിടെ എവിടെയെങ്കിലും കുഴിച്ചിടുക എന്നൊക്കെ പോലീസുകാർ പറയും, അതുപോലെ ഞങ്ങൾ ചെയ്തു എന്നാണ് പുള്ളി പറയുന്നത്. കേട്ടെന്ന് ഉരുളുക. പിന്നെ പുള്ളിയുടെ വേറൊരു സംഭവം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, പുള്ളി അന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്, ഇങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ മരിക്കും. അപ്പോൾ ആ ഒരു കഥ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. പുള്ളിയുടെ ഒരു പ്രോസസ്സുണ്ട്, പുള്ളി കാര്യമായിട്ട് പറയണം കേട്ടോ, വലിയൊരു പ്രോസസ്സുണ്ട്. ആദ്യം ഒരു ബോഡി കിട്ടും, ബോഡി പല രീതിയിൽ കിട്ടും, ചിലപ്പോൾ ഒഴുകി വരും നേത്രാവതി കൂടെ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതേതാണ് അപ്പോൾ ഇങ്ങനൊരു പുഴ നേത്രാവതി, അതായത് ബോഡി വേറെ എവിടെയോ ആൾ മരിച്ചിട്ട് ഇങ്ങോട്ട് ഒഴുകി വരും അത്രേ. ഇതെന്താ ഈ നരലിൽ മരമൊക്കെ ഒഴുകി വരുന്ന പോലെ ഇവിടെയൊക്കെ ബോഡിയാണ് ഒഴുകി വരുന്നത്. എന്തത് ബോഡി ഒഴുകി വരും, പിന്നെ ആൾക്കാർ ആത്മഹത്യ ചെയ്യും, പിന്നെ വയസ്സായ ആൾക്കാർ മരിക്കും, പിന്നെ ബെഗേഴ്സിനെ പോലെ പിച്ചക്കാരനെ പോലത്തെ ആൾക്കാർ മരിക്കും. അപ്പോൾ അവരുടെ ബോഡി കിട്ടിയതും പുള്ളിയുടെ പ്രോസസ്സ് കേട്ടോ പോലീസിനെ വിളിക്കും. പോലീസിനെ വിളിച്ചിട്ട് പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കും. എന്നിട്ട് ഈ ബോഡിക്ക് ആരുമില്ല, ഉത്തരവാദികൾ ആരുമില്ല എന്നുണ്ടെങ്കിൽ ലോക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, പോസ്റ്റ്മോർട്ടം നടത്തും. അതൊരു ഇമ്പോർട്ടൻറ്റ് സാധനം കേട്ടോ. DNA ടെസ്റ്റ് നടത്തും അത്ര. ഏത് ലോക്കൽ ഹോസ്പിറ്റലിൽ ഒരാഴ്ച അവിടെ വയ്ക്കും, ന്യൂസ് പേപ്പറിൽ കൊടുക്കും, ഇങ്ങനെ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്, ആരെങ്കിലും ഉത്തരവാദികളുണ്ടെങ്കിൽ വരണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ലെറ്റർ മേടിക്കും പോലീസിൻ്റെ നിന്ന്,
ഇയാൾക്ക് ആരും ഉത്തരവാദിത്വം ഇല്ല. പുള്ളി എന്തോ ഒരു നമ്പർ പറയുന്നുണ്ട്, UDN നമ്പർ, അങ്ങനെ എന്തോ ഒരു നമ്പർ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ ബോഡീസിനും കണക്കുണ്ട്, ഒരു UDN നമ്പർ ഉണ്ട്. ഓക്കെ, UDN നമ്പർ ഉണ്ട്. ആ പോലീസിൻ്റെ ലെറ്റർ കിട്ടും, ഈ കുഴിച്ചിടാൻ നിങ്ങൾ കുഴിച്ചിട്ടോളൂ എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ കിട്ടും. 2006 കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ പുള്ളി പറയുന്നത്, മുമ്പ് കൈ കണക്കൊന്നുമില്ല. എന്നിട്ടാണ് ഈ പഞ്ചായത്തുകാർ കുഴിച്ചിടുന്നത്. അതായത് പുള്ളി പറയുന്നത് ഇവർക്ക് കിട്ടും, ഇനിയിപ്പോൾ എങ്ങാനും ബോഡി കിട്ടിയാലോ, ബോഡി കിട്ടിയാൽ അത് ചിലപ്പോൾ പഞ്ചായത്തുകാർ കുഴിച്ചിട്ടതായിരിക്കും എന്നാണ് പുള്ളി പറയുന്നത്. ശരി, പ്രോസസ്സ് നല്ല രസമുണ്ട് കേൾക്കാൻ. അപ്പോൾ ആശാൻ ഒരു കാര്യം ചെയ്യും, 2006 മുതൽ ഇപ്പോൾ 2025 വരെ നിങ്ങൾ എത്ര ബോഡി കുഴിച്ചിട്ടിട്ടുണ്ട്? ഓക്കെ, എത്ര DNA ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്, എത്ര പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടാവും, കുറേ ആൾക്കാർ മരിച്ചിട്ടുണ്ടല്ലോ, ഇതൊക്കെ അവർ ചെയ്തു എന്നാണല്ലോ പറയണം. ആ ഡോക്യുമെൻറ്റ്സൊക്കെ ഒന്ന് തരൂ, അല്ലെങ്കിൽ എത്ര പേര് മരിച്ചു എന്ന് പറഞ്ഞാലും മതി, ബാക്കിയൊക്കെ ഞങ്ങൾ RTI വഴി എടുക്കാം എന്ന് അവർ ഇൻ്റർവ്യൂ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, അത് നിങ്ങൾ മറ്റേ RTI വഴി ചോദിച്ചു, എനിക്കറിയില്ല, അത് ഒക്കെ പണി അങ്ങോട്ട് പാളിയാളുടെ. അയാൾ വലിയ കാര്യത്തിൽ ഒരു പ്രോസസ്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വലിയ മാസം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഒറ്റ ചോദ്യം, ആ ഡോക്യുമെൻറ്റ്സൊക്കെ എവിടെ? അതായത് ആ DNA, ഇയാൾ പറയുന്നത് എല്ലാവരുടെയും DNA ചെയ്യും, മരിച്ച എല്ലാവരും പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്, ഡോക്ടർ ലോക്കൽ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ കാര്യം അറിയാം, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ കാര്യം അറിയാം, എല്ലാവർക്കും ഈ കാര്യം അറിയാം. എന്നാൽ അതൊന്ന് എന്ന് പറഞ്ഞാൽ അത് അവരെടുത്ത് ചോദിക്കണം, ഇയാൾ ഐസിൽ പോലീസിൻ്റെ മണ്ട കിട്ടു. അത് ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാവും, ചിലപ്പോൾ ഹെൽത്തിൻ്റെ ഉണ്ടാവും, നമ്മുടെ കയ്യിലൊന്നും ഇല്ല, ഞങ്ങൾക്ക് അതൊന്നും അറിയില്ല. UDN നമ്പർ, എന്തോ ഒരു നമ്പറിൻ്റെ കാര്യം മാത്രമേ ഇയാൾ ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. പണിപ്പാളി ഉള്ളത് പറയാമല്ലോ. ആ വീഡിയോ കാണുമ്പോൾ തന്നെ അയാളുടെ ഒരു അവസ്ഥ മനസ്സിലാവും. ഇയാളെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നതാണ് ആ വീഡിയോയുടെ കമൻസിലൊക്കെ പറയുന്നത്. എനിക്ക് തോന്നുന്നുണ്ട് ഈ SIT ഒരു തവണ ഇയാളെ ചോദ്യം ചെയ്താണ്ടല്ലോ ഇയാൾ കുടുങ്ങും. ഇയാളൊരു ശരിയായൊരു മറ്റേ ഈ ചില സിനിമയിലൊക്കെ അല്ല ഇങ്ങനത്തെ പഞ്ചായത്തിൽ പറഞ്ഞൊരാൾ, അതായത് ഒരു അങ്ങനത്തെ ആള് സീന്. ഇയാളെ മാത്രം ചോദിച്ചപ്പോൾ ഇയാളുടെ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുന്ന എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഈ ശനിയാഴ്ച വന്ന ന്യൂസാണ്. അതായത് RTI വെച്ച് ചോദിച്ചപ്പോൾ 2000 തൊട്ട് 2015 വരെയുള്ള ഒരു അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ഡെഡ് ബോഡീസിൻ്റെ ഡോക്യുമെൻറ്റ്സും പോലീസിൻ്റെ കയ്യിൽ ഇല്ല, പോലീസ് സ്റ്റേഷനിൽ ഇല്ല. ഓക്കെ, കൺഫേംഡ് ആയിട്ടുണ്ട്. ഒരു ഡോക്യുമെൻസും ഇല്ല. അണ്ണൻ പറഞ്ഞു ഡോക്യുമെൻറ്റ്സൊക്കെ പോലീസിൻ്റെ കയ്യിൽ ഉണ്ട് എന്ന്. ഫുള്ള് ഡിസ്ട്രോയിഡ് ആണെന്നാണ് പറയുന്നത്. ഇവിടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. അതായത് പുള്ളി പറഞ്ഞ പ്രോസസ്സ് കറക്റ്റാണ്, അത് ഗൂഗിളിൽ നിന്ന് അവിടെ നിന്ന് എടുത്താന്നാണ് തോന്നുന്നത്. ഒരു ഡെഡ് ബോഡി കിട്ടി എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങോട്ട് കൊണ്ട് കുഴിച്ചിടാനൊന്നും പറ്റില്ല. ആദ്യം DNA കളക്ട് ചെയ്യണം, പോസ്റ്റ്മോർട്ടം ചെയ്യണം, ന്യൂസ് പേപ്പറിൽ പരസ്യം കൊടുക്കണം, ഇതെല്ലാം ചെയ്യണം. എന്നിട്ടും ആരും വന്നില്ല. കുറേ ദിവസം, ഒരാഴ്ചയൊന്നല്ല, ഇതിൻ്റെ ശരിക്കും എനിക്ക് കണക്കറിയില്ല, ഒരാഴ്ചയൊന്നും വെച്ചാൽ പോരാ, അത് കുറേ വെക്കണം. അതിനൊക്കെയല്ലേ മെഡിക്കൽ കോളേജിലും ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ മോർച്ചറിയൊക്കെ ഉള്ളത്. അങ്ങനെ വെച്ച് ആരും വന്നില്ലെങ്കിലേ കുഴിച്ചിടാൻ പറ്റുള്ളൂ. ഇവിടെ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പം കുഴിച്ചിട്ടു. ബോഡി എവിടെ നിന്നാണ് വരുന്നത് അതറിയില്ല, ഒഴുകി വരും, ആകാശത്തുനിന്ന് പൊട്ടി വരും, പിന്നെ മുങ്ങി മരിക്കും, നേത്രവതി മുങ്ങി മരിക്കും. അത്ര എന്തൊക്കെ തള്ളാണ് ആൾക്കാർ, എൻ്റെ അമ്മോ. കൺഫേംഡായി അണ്ണൻ പറഞ്ഞ പോലെ തന്നെ ഡോക്യുമെൻറ്റ്സൊക്കെ അന്വേഷിക്കാൻ പോയപ്പോൾ ഒരു ഡോക്യുമെൻറ്റ്സും ഇല്ല. അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ഡെത്തിൻ്റെ ഒരു സാധനമില്ല. ഇനി വേറൊരു സംഭവം അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ 2006 എന്ന് പറഞ്ഞല്ലോ, ഈ ആക്ച്വലി ധർമ്മസ്ഥലയിൽ പോലീസ് സ്റ്റേഷനൊന്നും ഇല്ല. ഞാൻ എൻ്റെ
ഓർമ്മ ശരിയാണെങ്കിൽ 2016 ആ സമയത്ത് എങ്ങാണ്ടാണ് പോലീസ് സ്റ്റേഷൻ വന്നത്. 2006 ബെൽത്തങ്കടി എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തുള്ള സ്ഥലത്തെ പോലീസ് സ്റ്റേഷനാണ്. അതിൻ്റെ കാര്യമാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ ബെൽത്തങ്കടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമില്ലേ, അവിടെയുണ്ട് ശ്മശാനം. അവിടെ കുഴിച്ചിടാനുള്ള സ്ഥലമുണ്ട്, പഞ്ചായത്തിന് സ്ഥലമുണ്ട്. ഈ പൊതു ശ്മശാനം എന്നൊക്കെ പറയില്ലേ, അതിൽ വരണമില്ല. പൊതു ശ്മശാനം എന്ന് പറയില്ലേ, അതുണ്ട്, ബെൽത്തങ്കടിയിലുണ്ട്. എന്നിട്ടും 2006 മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്, 2006 ശേഷവും എന്ത് ചെയ്തിട്ടുണ്ട്, കാട്ടി കൊണ്ട് കുഴിച്ചിടുക, വേറെ എവിടേക്കോ കൊണ്ട് പുഴൻ്റെ അടുത്ത് കൊണ്ട് കുഴിച്ചിടുക, സ്നാനഘട്ടത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കൊണ്ട് കുഴിച്ചിടുക. ഇങ്ങനെയൊക്കെ പഞ്ചായത്തുകാർ ചെയ്തു എന്നാണ് പറയുന്നത്. മനസ്സിലായ? പഞ്ചായത്തുകാർ എന്ത് ചെയ്യണ്, ഇപ്പം മെല്ലെ ബോഡി കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നായി. നാളെ ഒരു ബോഡി കിട്ടിയാൽ ചിലപ്പോൾ ഈ അണ്ണൻ വന്ന് ശിവരാവ് അണ്ണൻ, എന്താ അണ്ണൻ്റെ പേര്, ശ്രീനിവാസ റാവു അണ്ണൻ വന്നിട്ട് പറയും ഇത് ഞാൻ തന്നെ കുഴിച്ചിട്ടാണെന്ന് വരെ പറയും. ഉറപ്പാണ്. അതാണ് കളികൾ. അങ്ങനെയാണ് ഇവരിപ്പോൾ ഇതിനെ കവർ ചെയ്യാൻ നോക്കുന്നത്. ഇനി നാലാമത്തെ ദിവസം കേട്ടോ. ഇതുവരെയുള്ള നറേറ്റീവ് എന്താണെന്ന് കേട്ടല്ലോ. എന്തായിരുന്നു? ഒന്നുമില്ല, ഡെഡ് ബോഡീസ് ഒന്നും കിട്ടുന്നില്ല, ഇയാൾ നുണ പറയുകയാണ്, ഇത് കയ്യിൽ നിന്ന് പോയി, എല്ലാവരും ഈ അമ്പലത്തിൻ്റെ ധർമാധികാരിനെ കുറ്റം പറഞ്ഞ് വേസ്റ്റായി, നടക്കില്ല. ഡെസ്പ് സീൻ. 6ാമത്തെ പ്ലേസ് അങ്ങോട്ട് കുഴിച്ചു. കാടിൻ്റെ ഉള്ളിലാണ്, കുറച്ച് കാടിൻ്റെ ഉള്ളിലാണ് ഈ 6ാമത്തെ പ്ലേസ്. കിട്ടി, എല്ലുകൾ കിട്ടാൻ തുടങ്ങി. ഇതിൽ കണക്കിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ചിലവർ 15 എല്ല് കിട്ടിയെന്ന് പറയുന്നുണ്ട്, ചിലവർ 25 എല്ല് കിട്ടിയെന്ന് പറയുന്നുണ്ട്, ചിലവർ തലയോട്ടി കിട്ടി, ന്യൂസ് 18 തലയോട്ടി കിട്ടിയെന്ന് പറയുന്നുണ്ട്, വേറെ കുറച്ച് പേര് തലയോട്ടി കിട്ടിയില്ല, ബോൺസ് മാത്രമേ കിട്ടിയെന്നും പറയുന്നുണ്ട്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ കുറേ പേരിനെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ എല്ലും മിക്സ്ഡ് ആയിട്ടായിരിക്കും വരിക. മെയിൽ ആ ഒരു ആണിൻ്റെ എല്ലാണ് എന്നും ഉള്ള റിപ്പോർട്ടും SITക്കാർ പറഞ്ഞു എന്നും പറയുന്നുണ്ട്. മൊത്തത്തിൽ 6ാമത്തെ പ്ലേസിൽ നിന്ന് സാധനം കിട്ടി. അപ്പോഴാണ് കളി മാറിയത്. അപ്പോൾ എല്ലാ ന്യൂസ് മീഡിയ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എല്ലാ ന്യൂസ് മീഡിയയും വന്നു. ഇന്ത്യ ടുഡേയൊക്കെ മിണ്ടാ ഒരു ന്യൂസ് എന്തോ ചെയ്തിട്ട് പിന്നെ പോയത്, പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇത് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ നൈസിൽ വന്നു, ഇന്ത്യ ടുഡേ വന്നു, എനിക്ക് ഇന്ത്യ ടുഡേൻ്റെ പേര് മാത്രമേ ഓർമ്മയുള്ളൂ. ബാക്കി കുറേ ആൾക്കാർ കിട്ടിയപ്പോൾ തലപൊക്കി വന്നു. അതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. അതാണ് ഈ മെയിൻ സ്ട്രീം മീഡിയൻ്റെ ഒരു സ്വഭാവം. ഇനി തലയോട്ടി കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കുന്നത് 4ാമത്തെ ദിവസം വരെ ഇതും ആളുടെ ബോഡിയൊക്കെ കിട്ടിയത്. അതാണ് ഒരു ഗെയിം ചേഞ്ചർ ആയത്. പുള്ളിയുടെ ഒരു വിശ്വാസം വന്നു കുറച്ച് പേർക്കെങ്കിലും. ഇയാൾ പറയുന്നത് എന്തോ ഒരു സംഭവം ഉണ്ടപ്പോൾ ഈ ബോഡിയൊക്കെ ഇങ്ങനെ ഇയാൾ പറയുന്ന സ്ഥലത്ത് പോയി കിട്ടണമെങ്കിൽ ഇയാൾക്ക് എന്തൊക്കെയോ അറിയാം എന്നുള്ളൊരു ഇത് വന്നു. ഇപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതുവരെ ഓപ്പണായിരുന്നു. അതായത് എല്ലാ മീഡിയവും മറ്റവർ മറിച്ചതും എല്ലാം ഇത് ഇങ്ങനെ ഇവർ പോണതും ഇവർ നടക്കുന്നതും വെക്കുന്നതും ഇരിക്കുന്നതും എല്ലാവർക്കും കാണാം. അത് ഇവർ നിർത്തി എന്നാണ് തോന്നുന്നത്. കാരണം 5ാമത്തെയും 6ാമത്തെയും ദിവസം ഭയങ്കര സീക്രട്ടായിരുന്നു. 5ാമത്തെ ദിവസമാണ് 8th 7th പ്ലേസിൽ പോയത്. ഓക്കെ, ഇതുവരെ നമ്മുടെ അടുത്ത് ഇത് എവിടെ നിന്ന് എല്ല് കിട്ടി, ഇത് ഒരു ആണിൻ്റെ എല്ലാണെന്ന് വരെ SITക്കാർ പറഞ്ഞു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് മീഡിയ എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? പിന്നെ തൊട്ട് സംഭവം സീക്രട്ടാക്കി. ഇങ്ങനെ ഇവർ അവിടെ കുഴിക്കണതും പിടിക്കണതും കവറിൽ കുറേ കവറിൽ എല്ലൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. ആ എല്ലൊക്കെ എടുത്തിട്ട് പോകുന്നത് ഇങ്ങനെ ഒരു കവറൊക്കെ ചെയ്തിട്ടാണ് ഇവർ ചെയ്യുന്നത്. അവരെന്താണ് അവിടെ ചെയ്യുന്നതെന്ന് ആരും അറിയരുത്, അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. ഈ 4ാമത്തെ ദിവസം ഇത് കിട്ടിയില്ലേ, അപ്പം തൊട്ട് എന്തോ ഒരു പ്രഷറോ എന്തോ ഒരു സംഭവം. കാരണം ഇത് അങ്ങോട്ട് ഇങ്ങനെ ബ്ലോണപ്പായി ഈ സംഭവം. ഇത് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എന്തോ കാര്യമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ട് കൂടുതൽ അറ്റൻഷൻ കിട്ടാൻ തുടങ്ങി. ഇതിൽ ആളുകൾ കൂടാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു പുതിയൊരു അപരാധം വന്നിട്ടുണ്ട്.
അപരാധം തന്നെ വിളിക്കും, ഒരു വില്ലനെ പോലത്തെ ആൾ. നമ്മുടെ സിനിമയിലൊക്കെ കാണില്ലേ, പോലീസായിട്ട് ചതിച്ച് വില്ലൻ്റെ കൂടെ പോകുന്ന ആൾ, അതുപോലൊരു ക്യാരക്ടർ വന്നിട്ടുണ്ട്. പേര് മഞ്ജുനാഥ് ഗൗഡ എന്നാണ്. ഇയാൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ SITയിൽ ഒരു 20 പേരിനെ എടുത്തു എന്ന് പറഞ്ഞില്ലേ, ഈ കോൺസ്റ്റബിൾമാരും SIയും CA ഒക്കെ ആയിട്ട് കുറച്ച് പേരിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉടുപ്പി ആ ഒരു റീജിയൻ അവിടെ നിന്നാണ് ഇയാൾ വന്നിരിക്കുന്നത്. ഈ ട്രാക്ക് റെക്കോർഡൊക്കെ നോക്കി നല്ല ആളാണോ എന്ന് നോക്കിയിട്ടായിരിക്കും SITക്കാരെ എടുത്ത് എന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, അവർക്കും ഒരു പണി പാളിയിട്ടുണ്ട്. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കാര്യമാണിത്. അതായത് പുള്ളി ഇയാളുടെ കൂടെ തന്നെ ഓഗസ്റ്റ് 1-ാം തീയതി ബോഡിയൊക്കെ കിട്ടി. അതിനടുത്ത ദിവസം എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ നൈസിൽ ഇയാളുടെ കൂടെ ചെന്നിട്ട്, നമ്മുടെ വർക്കർ ഉണ്ടല്ലോ, വിറ്റ്നസ്, അയാളുടെ കൂടെ ചെന്നിട്ട് ഇയാൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, നീ ഒരു കാര്യം ആലോചിച്ചോ, ഇവരൊക്കെ ഇപ്പം പോവും, അതായത് ഈ മീഡിയക്കാരും മറ്റവരൊക്കെ വേറെ വഴിക്ക് പോവും, അത് പോയി കഴിഞ്ഞാൽ നീ എന്തായാലും ജയിലിൽ പോവും, ഇതിപ്പോൾ തെളിഞ്ഞാലും നീ ജയിലിൽ പോവും, ഇല്ലയെന്ന് നീ നുണ പറയുകയാണെങ്കിൽ നീ ജയിലിൽ പോവും എന്നൊക്കെ പറഞ്ഞ് ഇയാളും നൈസിൽ അങ്ങോട്ട് പേടിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഇയാൾ പേടിപ്പിക്കാന്ന് പറഞ്ഞ് ഇയാൾക്കറിയാമല്ലോ ഇതെങ്ങനെയൊക്കെ വരും എന്ന്. എന്നാലും ഒരു 1-on-1 ഒരു ഇത് നടന്നിട്ടുണ്ട് അവിടെ. എന്നിട്ട് അത് ഇയാൾ നമ്മുടെ വർക്കർ വക്കീലിനോട് പറഞ്ഞു, വക്കീൽ ഇപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, ഒരു പരാതി ഫയൽ ചെയ്തിട്ടുണ്ട് SITക്കെതിരെ. SITയിൽ ഈ മഞ്ജുനാഥ് ഗൗഡ പറഞ്ഞിട്ട് ഒരാൾക്കെതിരെ. ആൾ മിസ്സിങ് ആണ്. പുള്ളി എന്തൊരു ഫോഴ്സ്ഫുള്ളി വീഡിയോ എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ വിറ്റ്നസ്സിനെ കൊണ്ട്, എനിക്ക് തോന്നുന്നു വിറ്റ്നസ്സിൻ്റെ ഐഡൻറ്റിറ്റിയോ എന്തെങ്കിലും പുറത്താക്കാനോ എന്തെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ ആ പേരെന്താണെന്നോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ച് അതാണോ വീഡിയോ എടുത്തതെന്ന് അറിയില്ല. എന്തോ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഫോഴ്സ്ഫുള്ളി. അതിൽ കുറ്റസമ്മതം പോലെ ഞാൻ പറയുന്നതൊക്കെ വേറെ ആൾക്കാർ പറഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തോ എടുത്തിട്ട് ആണെന്നാണ് ഇപ്പോൾ നാട്ടുകാരും ഈ ആക്ഷൻ കമ്മിറ്റിക്കാരൊക്കെ പറയുന്നത്, ആക്ഷൻ കൗൺസിലുകാരൊക്കെ പറയുന്നത്. ആക്ഷൻ കൗൺസിൽ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്, അല്ലാണ്ട് എനിക്കതൊന്നും അറിയില്ല. അങ്ങനെ ഒരു പറഞ്ഞിട്ട് എന്തോ ഒരു വീഡിയോ എടുത്തിട്ട് ഈ പോലീസുകാരെ മുങ്ങി. എങ്ങനെയുണ്ട്? ഇതാണ് ഏറ്റവും അവസാനമായിട്ട് സംഭവിച്ചത്. ഓരോ ദിവസങ്ങളിലും ഓരോ കഥ. ഇതൊക്കെ നമ്മൾ പണ്ട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. ഇതൊന്നും ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം എന്താ സംഭവം എന്നൊക്കെ ഇവരോടൊന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ നല്ലതായിരുന്നു. വി ഹാവ് സീൻ ദിസ് ബിഫോർ ആക്ച്വലി ഇൻ ഓൾ തെലുങ്കു മൂവീസ്. ഇതൊക്കെ ഒന്ന് എന്തല്ലേ ഇവർ ഇങ്ങനെ ഒരു വിചിത്രമായ കുറേ ആൾക്കാർ. വല്ലാത്തൊരു സംഭവം തന്നെ. ഇതിപ്പോൾ ഈ വിറ്റ്നസ്സിനൊക്കെ അത് എക്സ്പെക്റ്റഡ് ആയിരിക്കും, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വരും എന്തെങ്കിലുമൊക്കെ പറയുന്നൊക്കെ അറിയായിരിക്കും. പക്ഷെ ഇയാളെ കാണാനില്ല. ഇനി ഇയാളെ കിട്ടിയാലേ ഇയാളുടെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വരെ ഈ ഒരു കാര്യം മാത്രമേ നമുക്ക് അറിഞ്ഞിട്ടുള്ളൂ ആക്ച്വലി. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 13ാമത്തെ സ്ഥലമില്ലേ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാരിനെ 13ാമത്തെ സ്ഥലത്താണ് ഇട്ടിരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കാടാണ്. ഇപ്പോൾ ഈ ലാസ്റ്റ് 2 ദിവസം ഈ 5ഉം 6ഉം നോക്കിയത് 7ഉം 8ഉം സ്ഥലവും 9, 10 ആ സ്ഥലങ്ങളൊക്കെ കാടിൻ്റെ ഉള്ളിലാണ്. അത് അങ്ങോട്ട് മീഡിയയ്ക്കും എത്തുന്നില്ല, ആൾക്കാരും എത്തുന്നില്ല, അവരവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്നൊന്നും ആർക്കും അറിയണമില്ല. ഇവരെന്തൊക്കെയോ കൊണ്ടുപോയിട്ടുണ്ട്. ഏതോ ഒരു മീഡിയ പറഞ്ഞു ബോഡി വീണ്ടും കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് ആ ന്യൂസ് അവർ പുറത്ത് വിടുന്നില്ല. കൈൻഡ് ഓഫ് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതെങ്ങാനും ഈ കേസ് അങ്ങോട്ട് മുക്കിക്കഴിഞ്ഞാൽ പിന്നെ ഈ വാർത്ത ഇങ്ങനെ കിട്ടിയെന്ന് പോലും ആരും അറിയില്ല. അതാണ് ഇതിൻ്റെ വേറൊരു സംഭവം. കാരണം അവർ ഭയങ്കര പ്രഷർ ഉണ്ടാവും ഓഫ് കോഴ്സ്. പിന്നെ ഇതിങ്ങനെ പുറത്ത് വിടാണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ 13 കഴിഞ്ഞിട്ട് ചിലപ്പോൾ പുറത്ത് വിടുക, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ 7, 8, 9 ആ ഒരു ഇതൊക്കെ എത്തിയിട്ടുള്ളൂ വീഡിയോ ചെയ്യുന്ന സമയത്ത്. നിങ്ങൾ കാണുമ്പോഴേക്കൊക്കെ എനിക്ക് തോന്നുന്നു 13 എത്തിയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അപ്പോൾ 13 കഴിഞ്ഞിട്ട് എല്ലാവരോടും പറയാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. 13 എന്തോ 10ഉം മറ്റേ 11ഉം 12ഉം അങ്ങനത്തെ റോഡ് സൈഡോ അങ്ങനെ എന്തൊക്കെയോ ആണ്. 13ഉം കൈൻഡ് ഓഫ് കുറച്ച് ആൾക്കാരൊക്കെ ഉള്ള സ്ഥലത്താണ്. ഈ കാടിൻ്റെ ഉള്ളിൽ 7, 8, 9 അതൊക്കെയാണ് ഈ കാടിൻ്റെ അകത്ത്. ഇനിയും സ്ഥലങ്ങളുണ്ട്, പുള്ളി തന്നെ അത് പറഞ്ഞു തരും. ഇഷ്ടംപോലെ സ്ഥലം ഇനിയുണ്ട് എന്നൊക്കെ ചില ന്യൂസുകാരൊക്കെ പറയുന്നുണ്ട്. ഈ 13 സ്ഥലമൊന്നും അല്ല, ഇഷ്ടംപോലെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്.
ഇനി പുതിയ വല്ല മേർഡറിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ പുതിയ ആരെങ്കിലും മരിച്ചതായിട്ട് എന്തെങ്കിലും ഒരു വെളിപ്പെടുത്തലുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഈ ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ഷൻ കൗൺസിലുണ്ട്. അവരും ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്ന് പറയുന്നുണ്ട് ഈ SIT കേട്ടോ. അത് പ്രത്യേകം ഒരിടത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ സൗജന്യൻ്റെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഒരു ദിനേശ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളിനെ, 23 വയസ്സുള്ള ഒരു പയ്യനാണ്. ഈ പയ്യനെ ബൈക്കിൽ പോകുമ്പോൾ ഏതോ കാറ് വന്ന് ഇടിച്ചു മരിച്ചു. കഥ കേൾക്കണം കേട്ടോ. ഇവരുടെ ഓരോ മേർഡർ സ്റ്റോറി എടുത്തിട്ട് ഓരോ സിനിമയോ സീരീസോ എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം. എന്തത് ബൈക്ക് ആക്സിഡൻ്റ് ആയി. അപ്പോൾ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഒക്കെ സാധാരണ നടക്കണമല്ലേ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്ത് ചെയ്ത്, ഈ ദിനേശ് പറഞ്ഞ പയ്യൻ്റെ അവൻ ഭയങ്കര ഈ സൗജന്യ പ്രൊട്ടസ്റ്റിൽ മെയിൻ ആളാണ്. അതാണ് നോട്ട് ചെയ്യേണ്ടത്. അച്ഛൻ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മരിച്ചതായിരിക്കും, ആക്സിഡൻറ്റ് മരിച്ചതായിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്തോ അങ്ങനെ ആയിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെന്തോ വിളിച്ചതാണ്. അപ്പോൾ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ പോലീസുകാരാണോ അതോ പോലീസ് സ്റ്റേഷനിലെ വേറെ ആരെങ്കിലും ആണോ എന്നറിയില്ല, 40,000 രൂപ പുള്ളിയുടെ കയ്യിൽ വെച്ച് കൊടുത്തത്രേ. വെറുതെ കണ്ട. ഇതാണ് പറഞ്ഞത് ഇവർ ആക്ച്വലി വലിയ മണ്ടന്മാരാണെന്ന്. ഞാൻ പറഞ്ഞൊരു വല്ല മിസ്റ്റേക്കുണ്ടാ. വെറുതെ പോണ ആളുടെ കയ്യിൽ 40,000 രൂപ വെച്ച് കൊടുത്തത്രേ. അപ്പോൾ ഈ അച്ഛൻ എൻ്റെ മകൻ ആക്സിഡൻ്റായിട്ട് മരിച്ചല്ലേ, ഇനി ഇവരെന്തിനാ എനിക്ക് പൈസ തരുന്നു എന്ന് ചിന്തിച്ചു. എന്നിട്ട് എന്ത് ചെയ്ത്, മേർഡർ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, എൻ്റെ മകൻ ദിനേശ് മരിച്ചതിൽ എനിക്ക് ഈ സംശയങ്ങളുണ്ട്, പോലീസുകാർ ഇങ്ങനെ ചെയ്തു, അവർ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മേർഡർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. പക്ഷെ എന്ത് സംഭവിച്ചു, എപ്പോഴും സംഭവിക്കുന്ന പോലെ തന്നെ കോടതി എത്തിയപ്പോൾ അച്ഛൻ വാക്ക് മാറ്റി. അച്ഛൻ പറഞ്ഞു എനിക്ക് ഇപ്പോൾ സംശയമൊന്നുമില്ല, മേർഡർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമില്ല, അവൻ ആക്സിഡൻ്റിൽ മരിച്ചത് തന്നെ ആയിരിക്കും. കാരണം തെളിയിക്കേണ്ടത് ആരാ, പോലീസല്ലേ, തെളിയിക്കേണ്ടത് പോലീസ്. അവരാണ് ഈ 40,000 രൂപയും മറ്റേതൊക്കെ കൊണ്ട് നിൽക്കുന്ന ആൾക്കാർ. പിന്നെ അവർ എന്ത് ചെയ്യും, കുറച്ചുകൂടെ പൈസ കൊടുത്തിട്ടുണ്ടാവും. അവിടേക്ക് ഈ 40,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കേസൊക്കെ ഒതുങ്ങുമോ? ഇത് ഏത് സ്ഥലമാണ്? ഇവിടെ ഈ ലക്ഷങ്ങളൊന്നും എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു, പുവർ പീപ്പിൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്. ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ്റിന് അറിയാമെന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിച്ചു. പഞ്ചായത്തുകാരുടെ മണ്ടത്തരങ്ങൾ നമ്മൾ കണ്ടു, പോലീസുകാരുടെ മണ്ടത്തരങ്ങൾ കണ്ടു, പോലീസുകാർ തെളിവ് മൊത്തം നശിപ്പിച്ചത് കണ്ടു, എല്ലാം നമ്മൾ കണ്ടു. ഇവർ നൈസിൽ ഇയാൾ ശരിയായ വിറ്റ്നസ് അല്ല എന്ന് തെളിയിക്കാൻ ഇവർ നോക്കി, അതും പറ്റിയില്ല. അപ്പോഴേക്കും കുറേ എല്ലുകൾ കിട്ടാൻ തുടങ്ങി. പിന്നെ എല്ലുകൾ കിട്ടുമ്പോഴേക്കും ഇത് ഭയങ്കര നാഷണൽ ഒരു മീഡിയ ഒക്കെ ഏറ്റെടുത്ത് ഭയങ്കര പ്രശ്നമാവാൻ തുടങ്ങി. അപ്പോൾ ഇവരെന്ത് ചെയ്ത് കുറച്ച് സീക്രട്ടാക്കി വെച്ചു. ഇനി ഒരുപാട് വാർത്തകളും കാര്യങ്ങളൊന്നും ആരും അറിയാത്ത രീതിയിൽ അവർ ഒരു കേസ് ബിൽഡ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. കാരണം എല്ലാം പുറത്തു വിട്ടാലും ശരിയില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ച് പുറത്തു വിടാനായിരിക്കും നല്ലത്. അതെനിക്ക് പറയാം, അതിപ്പോൾ ഉടനെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഇപ്പം ശരിപ്പം ഞാൻ പറഞ്ഞ ഫുൾ മിസ്റ്റേക്ക് ആയിരിക്കും. കാരണം ഈ വീഡിയോ ഇറങ്ങുമ്പോഴേക്കും ചിലപ്പോൾ എല്ലാം വന്നിട്ടുണ്ടാവും. അതെന്തോ ഇപ്പം ഞാൻ ചെയ്യുന്നവരെ അതങ്ങനെയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള ധർമ്മസ്ഥല അപ്ഡേറ്റ്സ്. വരട്ടെ, നമുക്ക് ഓരോ കാര്യം എന്തെങ്കിലുമൊക്കെ മേജറായിട്ട് കുറേ കാര്യങ്ങൾ ഒരു വീഡിയോയ്ക്ക് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതിപ്പോൾ ഇല്ലെങ്കിലും നമ്മൾ വന്ന് അത് ഫോളോ അപ്പ് ചെയ്യാം. കാരണം ഫോളോ അപ്പ് ചെയ്യാതിരിക്കുന്നത് ഭയങ്കര ഒരു മോശം കാര്യമാണ്. കാരണം പിന്നെ അറിയേണ്ടത് എന്തൊക്കെയാണ് നടന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഗ്യാഗ് ഓർഡർ വന്നാൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഗ്യാഗ് ഓർഡർ ഇതുവരെ വന്നിട്ടില്ല. കണ്ണടയൊക്കെ കണ്ട് പാവം തോന്നി വിട്ട് പോയാൽ മതിയായിരുന്നു. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ആകെ ഡാർക്കാണ് ഈ ധർമ്മസ്ഥല. എപ്പോൾ ചെയ്താലും ഫുള്ള് ഡാർക്ക് അടിക്കും.